ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? താങ്കൾ പറയൂ. ഒരാള് മീൻപിടുത്തക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, വാൽമീകി എന്ന ആദി മഹാകാവ്യം എഴുതിയ വ്യക്തി ഒരു വേടനായിരുന്നു. ഒരു വേടൻ അങ്ങനെ ഒരു കാവ്യം എഴുതുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുന്ന ഭാരതത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്കിതും വിശ്വസിക്കാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം ഞാൻ ദൈവികതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് അതല്ല സുഹൃത്തെ, ഞാൻ അതാണ് പറയുന്നത് സുഹൃത്തെ. ഓക്കെ, മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ, അത് വെച്ചുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോണത്. അപ്പൊ ചോദിച്ചു കഴിയുമ്പോഴേക്കും താങ്കള് അല്ല അത് അവർക്ക് തെറ്റുപറ്റിയതാണ്, അങ്ങനെ പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ചോദ്യങ്ങൾ തൊടുത്തു വിടുന്നത്. അതെ, എന്റെ ഉത്തരങ്ങളെ കുറിച്ച് ആദ്യം തന്നെ എന്തിനാണ് അങ്ങ് ആശങ്കാകുലനാകുന്നത്? ഓക്കെ, എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദിച്ചോളൂ. ഓക്കെ, മാർക്കോസിന്റെ പുസ്തകത്തിലും ലൂക്കായുടെ പുസ്തകത്തിലും യേശുവിന്റെ ഇരുവശങ്ങളിലും 2 കവർച്ചക്കാരെ കുരിശിൽ തറച്ചിട്ടുണ്ട്. അതില് ലൂക്കായുടെ പുസ്തകം അനുസരിച്ച് നോക്കുമ്പോ ഒരാള് പറയുന്നത് യേശുവിനെ ദ്വേഷിക്കുകയാണ് ചെയ്യുന്നത്, നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റേ ആള് പറയും, നീ എന്തിനാണ് ഇവനെ നിന്ദിക്കുന്നത്? നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമുക്ക് അനുഭവിക്കുന്നത്. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശു. എന്നിട്ട് യേശുവോട് പറയും, കുരിശി കിടന്നുകൊണ്ട് പറയണേ, ചാകണേന് മുമ്പ് പറയണേ, ഗുരു, നീ നിന്റെ പിതാവിന്റെ സ്വർഗരാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറയും. അപ്പോ യേശു പറയും, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടി പർദീസയിലായിരിക്കും എന്ന് പറയും. ഇതേ സ്റ്റോറി തന്നെ മാർക്കിലുണ്ട്. മാർക്കിൽ പറയുന്നത് അവന്റെ ഇരുവശത്തും കിടന്നിരുന്ന 2 കുരിശിൽ തറക്കപ്പെട്ട 2 കവർച്ചക്കാരും അവനെ പരിഹസിച്ചു എന്നാണ് പറയുന്നത്. മാർക്ക് പറയുന്നത് ലൂക്ക് നുണയാണ് പറയുന്നത് എന്നാണ് മാർക്ക് പറയുന്നത്. ഓക്കെ, ലൂക്ക് അതുകൊണ്ട് തന്നെ മാർക്കിന്റെ പുസ്തകത്തില് യേശു അയാളോട് ഇന്ന് നീ എന്നോട് പർദീസയിലായിരിക്കും എന്ന് പറയുന്ന ഭാഗമൊന്നുമില്ല. കാരണം രണ്ടുപേരും പരിഹസിച്ചു എന്നാണല്ലോ പറയണത്. മറ്റേൽ അങ്ങനെയല്ല, ലൂക്കിൽ ഒരാൾ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ ഈ പരസ്പര വിരുദ്ധ താങ്കൾക്ക് എന്താണ് അഭിപ്രായം? പറയും. അത് പരസ്പര വിരുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മർക്കോസ് സുവിശേഷകൻ ആ ഒരു കാര്യത്തെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഒരു സംഭവം നടന്നാൽ മനോരമയുടെ റിപ്പോർട്ടിങ്ങും മാതൃഭൂമിയുടെ റിപ്പോർട്ടിങ്ങും ദീപികയുടെ റിപ്പോർട്ടിങ്ങും ഒക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. അതിന്റെ അവതരണത്തിൽ അവർ നോക്കി കാണുന്നതിന്റെ കാര്യത്തിൽ ചിത്രങ്ങളാണെങ്കിൽ പോലും പല ആംഗിളിലുള്ള ചിത്രങ്ങളായിരിക്കും എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 4 സുവിശേഷം എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ വായിക്കുന്ന ആളുകൾക്ക് 4 സുവിശേഷങ്ങളും ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്നൊരു ചിത്രം മനസ്സിലാക്കാനാണ് 4 പേരുടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് സുവിശേഷകൻ അത് ഒരു ജനറലായിട്ട് അവിടെ കള്ളന്മാർ അവനെ പരിഹസിച്ചു എന്നെഴുതി, അവിടെ സൂക്ഷ്മമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ലൂക്കോസ് വിശേഷം അതിന്റെ കുറവ് തീർക്കാനാണ് എഴുതിയിരിക്കുന്നതെന്ന് അതിന്റെ 1-ാം അധ്യായം ആദ്യം തന്നെ പറയുകയാണ്. പലരും ഇങ്ങനെ ചരിത്രമുണ്ട്, പക്ഷെ കാര്യങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ചിട്ട് ക്രമമായി എഴുതുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം കുറെ കൂടെ ഫിലോസഫിക്കൽ ആൻഡ് തിയോളജിക്കലാണ് അതിന്റെ അപ്രോച്ച്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത്. അപ്പൊ കള്ളന്മാർ 2 പേരും പരിഹസിച്ച് കാണും. കുറെ കഴിഞ്ഞപ്പോൾ ഒരുവൻ മനസ്തപിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ആ ഭാഗം ലൂക്കോസ് സുവിശേഷം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു, മറ്റേ ഇല്ല. അതിനകത്ത് വൈരുദ്ധ്യമില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചൊല്ലുണ്ട്, ഈ ലോ മൈൻഡ്സ് ഡിസ്കസ് പീപ്പിൾ, ആവറേജ് മൈൻഡ്സ് ഡിസ്കസ് ഈവൻസ് ആൻഡ് ഹയർ മൈൻഡ്സ് ഡിസ്കസ് ഐഡിയാസ്. അപ്പൊ നമ്മള് ഇത് വളരെ ബാലിശമായ ചോദ്യമാണ്. അവിടെ ഒരാളെ ക്രൂശിച്ച് ഒരാളിങ്ങനെ പറഞ്ഞു. ആശയങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളായിരിക്കും കേൾവിക്കാർക്കും നമുക്കും നല്ലത്. എങ്കിലും താങ്കളുടെ സ്വാതന്ത്ര്യത്തിന് താങ്കൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം എന്നുള്ളതുകൊണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. എന്റെ വിശദീകരണം അതാണ്. ഞാൻ പറഞ്ഞത് മാർക്കോസിൽ പറയുന്നത് യേശുവിന്റെ ഇരുവശത്തും കിടന്ന 2 കവർച്ചക്കാരും യേശുവിനെ പരിഹസിച്ചു എന്നാണ്. ലൂക്കാസിൽ പറയുന്നത് ഒരു കവർച്ചക്കാരൻ പരിഹസിച്ചില്ല, അവന് യേശു അനുഗ്രഹവും കൊടുത്തു എന്നാണ് പറയുന്നത്.
ആ അനുഗ്രഹം കൊടുത്ത കഥയും മറ്റു കഥകളൊന്നും മാർക്കോസിന്റെ പുസ്തകത്തില്ല. മാർക്കോസ് രണ്ടുപേരും പരിഹസിച്ചു എന്നാ പറയണത്. ആ അത് പരസ്പര അതാ ഞാൻ വിരുദ്ധതയാണെന്നാവാത്തത്. ഞാൻ പറഞ്ഞത്. രണ്ടുപേരും പരിഹസിച്ചു പറയുന്നത് നുണയല്ലേ? ലൂക്കായുടെ പുസ്തകം വായിക്കുമ്പോ അതെ, നുണയല്ലേ? ഒരാളല്ലേ പരിഹസിച്ചിട്ടുള്ളൂ. ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 2 പേരും പരിഹസിച്ചു എന്നുള്ള ഒരൊറ്റ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെന്റ് അവിടെ കൂടുതൽ വിശദമായിട്ട് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ 2 പേരും നമ്മളിപ്പോ ഈ ക്ലബ് ഹൗസ് ചർച്ചകളിൽ തന്നെ കാണുന്നല്ലേ, എത്ര പെട്ടെന്നാണ് ആളുകൾ അഭിപ്രായങ്ങൾ മാറ്റുന്നത്. അവിടെ 2 കള്ളന്മാരും ആ കുരിശു മരണത്തിന്റെ വേദനയിൽ പരിഹസിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ യേശുവിന്റെ കുരിശിന്റെ മുകളിലുള്ള ഇൻസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ അത് ആദ്യം ആ കള്ളൻ നോട്ട് ചെയ്ത് കാണില്ല. പിന്നീട് ആ കള്ളന് ആ ഇൻസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ രാജാവ് എന്ന് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ മരണത്തിന്റെ സമയമാകുമ്പോൾ മാനസാന്തരപ്പെടുന്നു, അനുതപിക്കുന്നു. ഇപ്പോൾ തന്നെ പല ആളുകളും മരണത്തോടടുക്കുമ്പോൾ വലിയ മനസ്താപം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ലോകത്തിൽ തന്നെ പല ആളുകളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കള്ളന്റെ മരണത്തോട് അടുക്കുന്നു എന്ന് വന്നപ്പം അവനൊരു മനസ്താപം ഉണ്ടായി. അവൻ അവസാന കച്ചിത്തുരുമ്പെന്ന നിലയ്ക്ക് പിന്നീട് അവനൊന്നും ചെയ്യാനില്ല. അപ്പൊ അവൻ ആ കുരിശിന്റെ മുകളിൽ ഇത് യഹൂദന്മാരുടെ രാജാവാണ്. അവൻ ചെറുപ്പത്തിൽ ആരും കള്ളന്മാരായിട്ട് ജനിക്കുന്നില്ല. അവനും ചെറുപ്പത്തിൽ വേദപാഠം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവനറിയാം യഹൂദന്മാരുടെ രാജാവ് മശീഹയാണെന്ന്. അവന് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അതിന് മറുപടിയും കിട്ടി. പക്ഷെ മാർക്ക് ആ ആദ്യ ഭാഗത്തെ കാര്യമാണ് രേഖപ്പെടുത്തിയത്. അത്രേ ഉള്ളൂ. അതിനകത്ത് പരസ്പര വിരുദ്ധതയൊന്നുമില്ല. അത് പരസ്പര പൂരകമായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അത് പരസ്പര പൂരകമായിട്ട് മനസ്സിലാക്കാം. താങ്കളെ പോലുള്ള ആരെങ്കിലും വന്നിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി ചേർക്കുമ്പോൾ മനസ്സിലാക്കാം. അല്ലാണ്ട് ബൈബിളിൽ ഉള്ളത് വെച്ച് പറയണം. ഇപ്പൊ താങ്കളത് ഞാൻ എന്റെ വാദത്തെ ഗണ്ണിക്കാൻ ശ്രമിച്ചത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് എന്റെ വാദം ബൈബിളിൽ ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ബൈബിളിലില്ല, ഞാൻ ടെസ്റ്റിമോണിയലാണ്. താങ്കൾ പറയുന്ന താങ്കളുടെ വാദത്തിന് ടെസ്റ്റിമോണി ഇല്ല. താങ്കൾ പറയൂ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് ബൈബിളിൽ നിന്ന് കാണിച്ചു തരൂ. അതെ, താങ്കൾ ബൈബിളിൽ നിന്ന് കാണിച്ചു തരൂ. ബൈബിളിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതും മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതും 2 കാര്യമാണ്. ആ 2 കാര്യവും പരസ്പര പൂരകമാകാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് ഞാൻ ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. അത് പരസ്പര വിരുദ്ധമായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതായത് let the people decide. Okay. Let us agree to disagree. അടുത്ത കാര്യത്തിലേക്ക് പോകാം. മത്തായിയുടെ പുസ്തകത്തിൽ പറയുന്നത് when Jesus heard that John had been put into prison, he withdrew into Galilee. ഒന്ന് മലയാളത്തിൽ കൂടി പറഞ്ഞോട്ടെ, അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശു സ്നാപക യോഹന്നാനെ അറസ്റ്റ് ചെയ്തു എന്ന് യേശു അറിഞ്ഞപ്പോൾ യേശു ഗലീലിയിലേക്ക് പോയി കളഞ്ഞു എന്നാണ് എഴുതിയേക്കണം. അങ്ങനെ ഗലീലിയിലേക്ക് പോയിട്ട് ഗലീലി കടൽ തീരത്തൂടി നടന്നു പോകുമ്പോഴാണ് യേശുവിന് ആദ്യ ശിഷ്യന്മാരായ അന്ത്രയോസ്, യോഹന്നാൻ, ഇങ്ങനെ കുറെ 3-4 പേരുണ്ട്, അവരെ കിട്ടുന്നത് ആദ്യ ശിഷ്യന്മാർ. പക്ഷേ യോഹന്നാന്റെ പുസ്തക പ്രകാരം ഇവിടെ മത്തായും യോഹന്നാനുമാണ് 2 പേര് ശിഷ്യന്മാരാണ്. താങ്കൾ സമ്മതിച്ച കാര്യമാണ് ഓൾറെഡി. യോഹന്നാന്റെ വിവരണം അനുസരിച്ച് നോക്കുമ്പോൾ യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ അതിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ അത് വായിക്കാം, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അതാണല്ലോ അതിന്റെ ശരി. യോഹന്നാന്റെ പുസ്തകം, മണിയടിയുടെ ശബ്ദം വരുന്നുണ്ട്, അല്പം ഡിസ്റ്റർബിംഗ് ആണ്. കഴിയുമെങ്കിൽ അതൊന്ന് ഇല്ലാണ്ടാക്കിയാൽ നന്നായിരിക്കും. താങ്ക് യു. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും. 3-ാം അധ്യായം 22-ാം വാക്യം. ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂദയാ ദേശത്തേക്ക് പോയി. അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി. സാലീമിനടുത്തുള്ള ഐനോനിൽ ധാരാളം വെള്ളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹന്നാനും സ്നാനം നൽകിയിരുന്നു. ആളുകൾ അവന്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു. യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മത്തായിയുടെ പുസ്തക പ്രകാരം തെറ്റാണല്ലോ. യോഹന്നാൻ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് കാരാഗ്രഹത്തിൽ അടക്കുകയും ചെയ്ത് കാരാഗ്രഹത്തിൽ വെച്ച് യോഹന്നാന്റെ തല വെട്ടുകയും ചെയ്തു. അപ്പൊ പിന്നെ എങ്ങനെയാണ് യോഹന്നാനും സ്നാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ യേശുവും ശിഷ്യന്മാരും സ്നാപനം നടത്തണത്? യോഹന്നാൻ അകത്ത് പോയതിനു ശേഷമുള്ള യേശുവിന് ശിഷ്യന്മാർ കിട്ടിയത്. അപ്പൊ യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് കള്ളമല്ലേ? ഇതാണ് അടുത്ത ചോദ്യം. ചോദ്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കാം, നോ പ്രോബ്ലം.
ഇല്ല ചോദ്യം മനസ്സിലാകാനില്ല. അത് യേശു കർത്താവ് പ്രവർത്തനം തുടങ്ങുന്നത് യോഹന്നാനിൽ നിന്ന് സ്നാനം ഏറ്റ് 40 ദിവസം ഉപവാസം കഴിഞ്ഞ് ആണ് പ്രവർത്തനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാണ് യോഹന്നാൻ സ്നാപകൻ ജയിലിലാകുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ സംശയം ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളത് നീ തന്നെയാണോ അതോ ഞങ്ങൾ മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണമോ? അപ്പോൾ കർത്താവ് മറുപടി പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് ചെന്ന് അവനെ അറിയിപ്പി. ഇവിടെ രോഗികൾ ശുദ്ധരാകുന്നു, ഭൂതങ്ങൾ പുറത്തു പോകുന്നു. അപ്പൊ ഈ വലിയ സംഭവം അവിടെ ചെന്ന് അറിയിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അല്ല, യോഹന്നാനെ കൊന്നതിന് ശേഷമല്ല യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. വളരെ വ്യക്തമാണ്. അങ്ങനെയല്ലല്ലോ സുഹൃത്തെ. യോഹന്നാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ്, ഞാൻ ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം, യോഹന്നാനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ വാർത്ത യേശുവിന്റെ കാതിൽ വീണപ്പോഴാണ് യേശു യൂദാ ദേശത്ത് നിന്ന് ഗലീലി ദേശത്തേക്ക് പോയത്. അവിടെ വെച്ചാണ് യേശുവിന് ആദ്യം ശിഷ്യന്മാരെ കിട്ടുന്നത്. മീൻപിടുത്തക്കാരി അവിടെ മീൻ പിടിച്ചുകൊണ്ട് മീൻ വല നന്നാക്കിക്കൊണ്ടിരുന്ന ആളുകളോട് യേശു പറഞ്ഞു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യേശുവിന് ശിഷ്യന്മാരെ കിട്ടണം. അപ്പോ യോഹന്നാൻ അകത്ത് പോയതിനു ശേഷമാണ് യേശുവിന് ശിഷ്യന്മാരെ കിട്ടുന്നത്. അപ്പോ യേശുവും ശിഷ്യന്മാരും സ്നാപനം കൊടുക്കുമ്പോ യോഹന്നാനും ഇപ്പുറത്ത് ഐനോനിൽ സ്നാനം കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കള്ളമല്ലേ എന്നാണ് എന്റെ ചോദ്യം. അതാ ഞാൻ പറഞ്ഞേ അത് കള്ളമല്ലത്. അത് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ വ്യത്യാസമാണ്. ഇപ്പം അന്നത്തെ കാലത്തെ ഈ ഗുരുക്കന്മാരുടെയും ശിഷ്യ പരമ്പരയുടെയും ഒക്കെ സ്വഭാവം നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ കൂടുതലും അവധൂതന്മാരായിരുന്നു. അവരിങ്ങനെ നടക്കുന്ന സമയത്ത് അനുയായികൾ വരും, ചില സമയത്ത് അവർ സ്നാനം നടത്തും, ചില സമയത്ത് അവർ ഉപദേശം കൊടുക്കും, ചില സമയത്ത് അവർ അപ്രത്യക്ഷരാകും, ചില സമയത്ത് അവർ ലോങ് ആബ്സെൻസ് ആയിരിക്കും. ഇങ്ങനെയുണ്ട്. അപ്പൊ ഇത് ജീവിതത്തിൽ നിന്ന് പല ആളുകൾ നോക്കിക്കണ്ട കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 4 എണ്ണം കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ 4 കൂടെ ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവലംബിക്കുന്ന ഒരു കാര്യം. ഇത് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഒരു ബുക്കായിട്ട് അല്ലെങ്കിൽ ഒരു പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നതല്ല, മറിച്ച് അവരെഴുതിയിരിക്കുന്നതിനെ കളക്ട് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന, അല്ലാതെ ഒരു സമഗ്രമായ ഒരു പഠനം എഴുതി അല്ലെങ്കിൽ ഒരു ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അത് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് ആ അർത്ഥത്തിൽ ഗ്രഹിക്കാൻ പറ്റും. താങ്കൾ എന്റെ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നൽകിയിട്ടില്ല. കേൾവിക്കാർക്കും തൃപ്തികരമായിരിക്കും തോന്നുന്നില്ല. എനിവേ, കേൾവിക്കാർക്ക് അവിടെ സ്നേഹിത അവിടെ കേൾവിക്കാർക്ക് ചാറ്റ് ബോക്സിൽ എഴുതാമല്ലോ. നമുക്ക് അവസാനം കേൾവിക്കാരുടെ അഭിപ്രായങ്ങളെ റിവ്യൂ ചെയ്യാം. താങ്കൾ അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ, അടുത്ത ചോദ്യം താങ്കളുടെ നാവിൽ നിന്ന് വന്ന ഒരു ബൈബിൾ വചനത്തെ ആസ്പദമാക്കിയാണ്. അതായത് സ്നാപക യോഹന്നാൻ ജയിലിൽ കിടന്ന് ശിഷ്യന്മാരോട് വിട്ടു ചോദിച്ചു, എന്തെന്ന്, വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സ്നാപക യോഹന്നാന്റെ അമ്മയുടെ പേര് എലിസബത്ത് എന്നാണ്. യേശുവിന്റെ അമ്മയുടെ പേര് മറിയം. ഈ മറിയമിന്റെ ചാർച്ചക്കാരിയാണ് എലിസബത്ത്. എലിസബത്തിന് 6 മാസം പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് മറിയ പ്രഗ്നന്റ് ആവുന്നത്. ആ മറിയ പ്രഗ്നന്റ് ആയപ്പോ ഓടിച്ചെല്ലണത് എലിസബത്തിന്റെ അടുത്തോട്ട്. എന്നിട്ട് എലിസബത്തിന് ഗ്രീറ്റിംഗ്സ് പറയുമ്പോ എലിസബത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നിന്റെ വാക്കുകള് കേട്ടപ്പോ എന്റെ ഉദരത്തിൽ കുഞ്ഞ് തുള്ളിച്ചാടി എന്ന് പറയുന്നുണ്ട്, സന്തോഷം കൊണ്ട്. അതായത് ജീസസിന്റെ അമ്മയാണല്ലോ വന്നേക്കണേ, ആ സന്തോഷം കൊണ്ട്. അപ്പോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്നാപക യോഹന്നാന് ജീസസിനെ തിരിച്ചറിയാമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയോ അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടി എന്നോട് അനുബന്ധമായിട്ട് പറഞ്ഞോട്ടെ. ഈ സ്നാപക യോഹന്നാനാണ് യേശുവിന് സ്നാപനം നൽകിയത്. സ്നാപനം നൽകുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാന്റെ കുറെ ഡയലോഗ് ഉണ്ട്. എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവന്റെ കാലിലെ ചെരുപ്പിലെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. യേശുവിനെ കുറിച്ചാണ് പറയണത്. എന്നിട്ട് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, യേശു സ്നാപനം സ്വീകരിക്കാൻ വരണേ. അപ്പൊ തന്നെ സ്നാപനം കഴിഞ്ഞ് യേശു വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോഴേക്കും
സ്വർഗം തുറക്കുന്നതും സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും യേശുവിന്റെ മേലിരിക്കുന്നതും ഈ സ്നാപയോഹന്നാൻ കാണുന്നുണ്ട്. പോരാത്തതിന് അവിടെ ഒരു അശരീരം ഉണ്ടായി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. ഇതൊക്കെ കണ്ട ആളാണ് സ്നാപയോഹന്നാൻ. പിന്നെ സ്നാപയോഹന്നാന്റെ ശിഷ്യന്മാരോട് യേശു പോകുമ്പോ യേശുവിനെ കാട്ടി പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ അറിയാവുന്ന സ്നാപയോഹന്നാൻ എന്താണ് വരാനിരിക്കുന്നവൻ ഇവൻ തന്നെയാണോ, അല്ലെ ഞങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിച്ചത്? എന്താണ് അതിന്റെ അർത്ഥം? ഒന്നും മനസ്സിലാവുന്നില്ല. താങ്കളൊന്ന് വിശദമാക്കാമോ? അതിന്റെ അർത്ഥം സ്നാപയോഹന്നാൻ ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനുള്ള എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. എത്ര വലിയ ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിന്റെ ബലഹീനതകളുടെ സമയത്തും അവരുടെ ജീവിതത്തിന്റെ എതിർപ്പുകളുടെ സമയത്തും അവർ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അതാണ് നമുക്ക് യോഹന്നാൻ സ്നാപകന്റെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവനോ വളരണം ഞാനോ കുറയണം. പക്ഷെ അത് ലിറ്ററലി സംഭവിച്ചപ്പോൾ താൻ പതറിപ്പോവാണ്. താൻ കുറഞ്ഞു, തനിക്ക് ആൾക്കൂട്ടമില്ലാതെയായി, സ്നാനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ വന്ന് സ്നാനപ്പെട്ടിരുന്ന ആ ദിവസങ്ങളൊക്കെ അസ്തമിച്ചു. ഇപ്പോൾ കാരാഗൃഹത്തിന്റെ ഏകാന്തതയിലും ആ മരവിപ്പിലും ആ ഇരുട്ടിലും കാരാഗൃഹത്തിൽ കിടക്കുന്നു. പഴയതുപോലെ ശിഷ്യന്മാരില്ല, ആരവാരവങ്ങളില്ല. ആ ഏകാന്തതയുടെ സമയത്ത് അദ്ദേഹം ചോദിച്ചു, സംശയിക്കുകയാണ്. കാരണം അദ്ദേഹം കണ്ട ഒരു യേശുണ്ട്. ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ യേശു എന്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ ഡെലിവറൻസിന് വേണ്ടി യേശു വരുന്നില്ല, അല്ലെ തന്നെ വിടുവിക്കുന്നില്ല? ഇതൊരു ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് ഇതിന് പറയുന്നത്. വിശ്വാസത്തിന്റെ ഒരു ക്രൈസിസ്, പ്രതിസന്ധി. ഇതേ കാര്യം പത്രോസ് അപ്പോസ്തലൻ മറുരൂപമല്ലേ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ഇരുന്നിട്ട് യേശു രൂപാന്തരപ്പെടുന്നത് നേരിട്ട് കണ്ടതാണ്. മോശയോടും ഏലിയാവിനോട് സംസാരിക്കുന്നത് കണ്ടതാണ്. ആ പത്രോസ് അപ്പോസ്തലൻ പിന്നീട് എന്ത് ചെയ്യാണ്, തീ കായാനിരിക്കുന്ന സമയത്ത് ഒരു വേലക്കാരി പെൺകുട്ടി വന്ന് നീയും ആ കൂടെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇടറിപ്പോവാണ്. ആ വേലക്കാരി പെൺകുട്ടിയുടെ മുമ്പിൽ ഇടറിപ്പോയി, തള്ളിപ്പറഞ്ഞു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ ആ രാത്രിയിൽ ഓടിപ്പോയി. ഇവരൊക്കെ അത്ഭുതങ്ങൾ കണ്ടവരാണ്, രോഗശാന്തി കണ്ടവരാണ്, ഇതെല്ലാം കണ്ടവരാണ്. അപ്പം മനുഷ്യന്റെ ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള ബലഹീനതയെ അങ്ങേയറ്റം സത്യസന്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചരിത്രം. അപ്പൊ അതിനകത്ത് ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല, എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനും അവനേക്കാൾ വലിയവൻ എന്ന് വിളിക്കപ്പെടും. അത്ര എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു, വാട്ടെവർ. അതായത് താങ്കൾ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയാം. ആദ്യം അതിനു മുമ്പ് മോശയെ കുറിച്ച് പറഞ്ഞു, അതും ഞാൻ പറയാം. ആദ്യം തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറയുന്നു. അപ്പോ യേശു ആരിൽ നിന്നാ ജനിച്ചത്? പുരുഷനിൽ നിന്നാണോ? സ്ത്രീയിൽ നിന്ന് തന്നെയല്ലേ യേശു ജനിച്ചത്? അപ്പോ യേശു തന്നെ പറയുന്നു, സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശു പറയുന്നു, മറിയ എന്ന സ്ത്രീ പ്രസവിച്ച യേശു പറയുന്നു, സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരും സ്ത്രീയിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്ന്. താങ്കൾ പറയുന്നു സ്നാപക യോഹന്നാൻ ഭയങ്കര ബലഹീനതയായിരുന്നു, അതൊക്കെ കൊണ്ടാണ് ഇത്തരം വിഡ്ഢി ചോദ്യങ്ങളൊക്കെ ചോദിച്ചതെന്ന് താങ്കൾ പറയുന്നു. അപ്പൊ ആ ചോദ്യം മാത്രം, സ്നാപക യോഹന്നാന്റെ ആ ചോദ്യം മാത്രം തെറ്റ്. ബാക്കി ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞതൊക്കെ ശരി ഇല്ലേ? ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ സ്നാപക യോഹന്നാൻ വിഡ്ഢിയായി, ബലഹീനതയായി ഇല്ലേ? അങ്ങനെയാണ് താങ്കൾ സമർത്ഥിക്കുന്നത്. വാട്ടെവർ, അതെന്തു ആയിക്കോട്ടെ. പിന്നെ താങ്കൾ മോശയുടെ കാര്യം പറഞ്ഞു, യേശു രൂപാന്തരം പ്രാപിച്ചു, മോശയോട് സംസാരിച്ചു എന്നൊക്കെ ബൈബിളിലുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സുഹൃത്ത്, അത് ഞാൻ വിശദമാക്കാം. ഈ ബൈബിളിന്റെ അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളുടെ, ബൈബിളിൽ മാത്രമല്ല, ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് മനുഷ്യര് ജനിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ഒരു അന്ത്യവിധി നാളുണ്ട്. അത് മുമ്പ് ജീവിച്ചവരൊക്കെ മരിച്ച് കുഴിയിൽ വെയിറ്റ് ചെയ്യണൻ. മോശയും വെയിറ്റ് ചെയ്യണൻ. മരിച്ചു പോയിട്ട് മോശയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടതും കാര്യങ്ങളൊക്കെ ഡോയിട്രോണമിയിലുണ്ട്, ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മോശയും അന്ത്യവിധി നാളിൽ മാത്രമേ മോശയും വിധിക്കു പൊങ്ങി വരുള്ളൂ. അപ്പൊ പിന്നെ ഈ മോശമായിട്ട് യേശു സംസാരിച്ചെന്ന് പറയണത് എങ്ങനെ ശരിയാകും? അത് വേറൊരു ചോദ്യമാണ്. പിന്നെ സ്നാപക യോഹന്നാന്റെ കാര്യത്തിലേക്ക് വരുമ്പോ
അവിടെ ആകെ അടിമുടി തെറ്റിക്കിടക്കണേ. യേശു പറയുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോനേക്കാൾ വലിയവനില്ലാന്ന്. പക്ഷേ സ്നാപയോനാണ് ഈ ചോദ്യം ചോദിക്കൂലേ, ഞങ്ങൾ വേറെ ആർക്ക്, നീ തന്നെയാണ് ക്രിസ്തു, അല്ല ഞങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണ എന്ന ചോദ്യം ചോദിക്കുമ്പോ യേശുവിന്റെ ശിഷ്യന്മാരോട്, അതായത് സ്നാപയോനന്റെ ശിഷ്യന്മാരായിരുന്നല്ലോ യേശുവിന്റെ ശിഷ്യന്മാര്, അവരോട് ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം. നിങ്ങൾ എന്തിനാണ് മരുഭൂമിയിലേക്ക് പോയത്? അതായത് സ്നാപയോനൻ മരുഭൂമിയിലായിരുന്നല്ലോ. കാറ്റിൽ ഉലയുന്ന ഞാവണ കാണാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്നാപയോഹന്നാൻ കാറ്റിൽ ഉലയുന്ന വെറും ഒരു ഞാവണയായി. ഇതേ നാവ് കൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന്. അവിടെയും തെറ്റിയില്ലേ? വള്ളിയും പുള്ളിയും കംപ്ലീറ്റ് തെറ്റിക്കിടക്കണേ. എത്ര വേണമെങ്കിലും ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കാം, താങ്കളുടെ ഇഷ്ടം പോലെ. താങ്കൾ ഇതിന് മറുപടി പറയും. ഞാൻ 3-4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, താങ്കൾ സമയമെടുത്ത് ഓരോന്നും. പക്ഷെ ബൈബിളിൽ നിന്ന് മറുപടി പറയണം. താങ്കളുടെ വികല്പ സങ്കല്പങ്ങളൊന്നും അല്ല കേൾക്കേണ്ടത്, ബൈബിളിൽ നിന്ന് പറയണം. ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. എഴുതാത്തത് ഒന്നും ഞാൻ പറയുന്നില്ല, പറയത്തുമില്ല. പറഞ്ഞോളൂ. ഓക്കെ. യേശു കർത്താവ് കാറ്റിനാൽ ഉലയുന്ന ഓട, അല്ലെങ്കിൽ താങ്കൾ വായിച്ച ബൈബിളിൽ ഞാങ്ങണ, നിങ്ങൾ എന്തു കാണാൻ മരുഭൂമിയിൽ പോയി? കാറ്റിനാൽ ഉലയുന്ന ഞാങ്ങണയോ എന്ന് പറഞ്ഞാൽ സ്നാപക യോഹന്നാനെ ഞാങ്ങണയോട് താരതമ്യപ്പെടുത്തുകയല്ല യേശു കർത്താവ്. നീയൊക്കെ എന്ത് കാണാനാ പോയത്? ഞാങ്ങണ കാണാനാണോ പോയത്? അത് ചോദിക്കുന്നത്. മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? അല്ല, മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യൻ കൊട്ടാരങ്ങളിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഞാങ്ങണ കാണാനാണോ നിങ്ങൾ പോയത്? നിങ്ങൾ പ്രവാചകരിലും മികച്ചവൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, അവനാണ് അവിടെ നിന്നത്. നിങ്ങൾ അവനെയാണ് കാണേണ്ടത്. അപ്പൊ സത്യത്തിൽ ആ ഒരു പ്രസ്താവന യോഹന്നാൻ സ്നാപകനെ ഉയർത്തുന്നതും പ്രശംസിക്കുന്നതുമായ ഒരു പ്രസ്താവനയാണ്. അത് അല്ലാതെ ഞാങ്ങണയായിട്ട് താഴ്ത്തിക്കെട്ടുകയല്ലായിരുന്നു. പിന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അപ്പൊ യേശു സ്ത്രീയിൽ നിന്നല്ലേ ജനിച്ചത്, അപ്പൊ യേശുവിനേക്കാളും വലിയവനാണോ യോഹന്നാൻ എന്നാണ് ചോദിച്ചത്. സത്യത്തിൽ യേശു സ്ത്രീയിൽ നിന്നല്ല ജനിച്ചത്, കന്യകയിൽ നിന്നാണ് ജനിച്ചത്. അതാണ് വ്യത്യാസം. അപ്പൊ സ്ത്രീകളിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ ബന്ധത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്നവരിൽ ഏറ്റവും വലിയവൻ ബൈബിൾ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്ന ആ ഫിഗേഴ്സിൽ ഏറ്റവും വലുത് യോഹന്നാൻ സ്നാപകൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ജനനം കന്യകയിൽ നിന്നായിരുന്നത് കൊണ്ട് യേശു ആ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ താങ്കൾ പറഞ്ഞത് യേശു ജനിച്ചത് സ്ത്രീകളിൽ നിന്നല്ല കന്യക എന്നാണെന്ന് പറയും. അപ്പൊ ഈ കന്യകയായ മറിയം സ്ത്രീ അല്ലായിരുന്നോ? പൂച്ചക്കുട്ടിയായിരുന്നോ? വേറെ ആരായിരുന്നു അവര്? സ്ത്രീ അല്ലായിരുന്നോ? താങ്കൾ ഇപ്പൊ പറഞ്ഞോളൂ, അവര് സ്ത്രീയല്ല, കന്യക സ്ത്രീയാണ്. ഇപ്പൊ കന്യാസ്ത്രീകളില്ലേ, അവരൊക്കെ കന്യകകളല്ലേ? സ്ത്രീ എന്ന് തന്നെയല്ലേ വിളിക്കണത്? താങ്കൾ ഇപ്പൊ പറഞ്ഞത് എല്ലാരും കേട്ടതാണ്. മറിയം സ്ത്രീ അല്ലായിരുന്നു, കന്യകയായിരുന്നു. അത് താങ്കൾക്കൊന്ന് വിശദമാക്കും. പിന്നെ മോസസിന്റെ കാര്യം പറഞ്ഞത്, അത് താങ്കൾക്കും ബൈബിളിനും പറ്റിയ ഒരു അബദ്ധമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. താങ്കൾ അത് ഒന്ന് ഡിഫെൻഡ് ചെയ്താൽ നന്നായിരിക്കും. പറഞ്ഞോളൂ. അതെ, സ്ത്രീ എന്നും കന്യക എന്നും ഉള്ള ബൈബിൾ ഭാഷയിൽ ഉള്ള വ്യത്യാസമാണ്. സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയിൽ നിന്ന് തന്നെയായിട്ട് ആരും ജനിക്കുന്നില്ല, സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് ജനിക്കുന്നതിനാണ് സ്ത്രീയിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞത്. യേശു കർത്താവ് കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് ഞാൻ പറഞ്ഞത് പുരുഷനെ കൂടാതെ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ പരാമർശത്തിനകത്ത് യേശു കർത്താവ് എക്സ്ക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഏറ്റവും വലുതാണ് എന്ന് പറഞ്ഞത്. അതായത് സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ജനിച്ചിട്ടുള്ള മനുഷ്യരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാണെന്ന് ആണ് അർത്ഥം. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ മോശയെ കുറിച്ച് താങ്കൾ പറഞ്ഞു അന്ത്യവിധി കാത്ത് മോശ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കാര്യവും ബൈബിളിൽ നിന്നാണ് പറയുന്നതെന്നും കാർത്തിക് ജി അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ മരിക്കുന്നവർ അന്ത്യവിധി കാത്ത് കിടക്കണം എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ദാനിയേൽ പറയുന്നുണ്ട് സുഹൃത്തെ. ദാനിയേൽ എന്താണ് പറയുന്നത്? ദാനിയേൽ പറയുന്നുണ്ട്, ദാനിയേലിന്റെ പുസ്തകം കൊടുക്കണം. എടുത്തു പറഞ്ഞോളൂ. എന്താണ് പറയണത്? താങ്കൾ എന്താണ് പറയണത്? ഈ മരിച്ച ആൾക്കാരൊക്കെ അന്ത്യവിധി നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ബൈബിള് പറയുന്നില്ലേ? പറയുന്നുണ്ടെന്ന് താങ്കളാണ് പറഞ്ഞത്. അപ്പൊ അതിന് റെഫറൻസ് വേണം. അല്ല, അത് ക്രിസ്തീയ വിശ്വാസമല്ലേ? ഇത് ആർക്കാണ് അറിയാൻ പാടില്ല? പിന്നെ എന്തിനാണ് നിങ്ങൾ കൊണ്ട് താങ്കൾ ബൈബിളിൽ നിന്ന് എല്ലാ കാര്യവും പറയുന്നു. എനിക്ക് റെഫറൻസ് വേണം അതിന്. അതത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പറയും മരിച്ചവർ സജീവരാണ്, അവരുടെ ശരീരം മാത്രമേ മരിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ ഓർത്തഡോക്സ് വിശ്വാസം അതാണ്. ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് മരിച്ചവരുടെ ആത്മാക്കൾ സജീവരാണെന്ന് എങ്ങനെ പറയും? മരിച്ചവരല്ലേ സുഹൃത്തെ?
അതാ പറഞ്ഞ ആ ഒരു സജീവരല്ല, ജീവൻ പോയ ആൾക്കാരെയാണ് മരിച്ചവരെന്ന് പറയുന്നത്. സജീവരെന്ന് പറഞ്ഞാൽ ജീവനോട് കൂടിയ ആളുകളെയാണ് സജീവരെന്ന് അതെ പറയുന്നത്. സജീവൻ എന്ന് വെച്ചാൽ ജീവനുള്ളത്. അതെ, ബൈബിൾ ഭാഷ വളരെ വ്യക്തമാണ്. ശരീര സംബന്ധമായി മരിച്ചവർ എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരീര സംബന്ധമായ മരണം ആ വ്യക്തിയുടെ മരണമായിട്ട് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് കാണുന്നില്ല. ആളുകൾ സജീവർ തന്നെയാണ് മരിച്ചാലും. അതുകൊണ്ടാണ് ഞാൻ വാക്യം കൊണ്ടുവരാൻ പറഞ്ഞത്. ഇപ്പം വാക്യം വേണ്ടെങ്കിൽ ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ആനിഹിലേഷൻ തിയറി ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളുടെ സഭയിൽ ആരും മരിക്കുന്നില്ലെന്നാണോ താങ്കൾ പറഞ്ഞത്? മരിച്ചാലും അവര് സജീവരാണെന്നാണോ പറയുന്നത്? യെസ്, 100%. ഞങ്ങളുടെ വിശുദ്ധ, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ വിശുദ്ധ കുർബാനയില് അവർ സംബന്ധിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് താങ്കൾക്ക് ബൈബിൾ വാക്യം വേണമെങ്കിൽ ഞാൻ പറയാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു ക്രിസ്ത്യാനി ആരാധിക്കാൻ വരുമ്പോൾ എവിടെ വരുന്നു എന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സ്ഥൂലമായതും തീ കത്തുന്നതുമായ ആ പർവ്വതത്തിന്റെ അടുത്തല്ല വന്നിരിക്കുന്നത്, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യായ രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ 8 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആത്മാക്കൾ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ വളരെ സജീവാവസ്ഥയിലാണ് എന്നും അവർക്ക് ഭൂമിയിൽ നടക്കുന്നതിനെ കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, പ്രതികരിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും എന്നാണ് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തും കുഴക്കുന്ന ചോദ്യമല്ല. താങ്കൾ വാക്യം പറയുന്നില്ലാത്തതുകൊണ്ട് കൂടുതൽ റെഫറൻസിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ വാക്യം എബ്രായ ലേഖനം 12:22 ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. യേശുവിന്റെ ശിഷ്യൻ ആകുക, യേശുവിനെ അനുഗമിക്കുക എന്നത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ബൈബിള് പറയുന്നത്. ഒരിക്കൽ ഒരാള് യേശുവിനെ അനുഗമിക്കാനായിട്ട് അയാള് പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ അച്ഛനെ ഒന്ന് ശവസംസ്കാരം നടത്തിയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോ യേശു പറയുന്നത്, മരിച്ചവർ മരിച്ചവരെ ലെറ്റ് ദ ഡെഡ് ബറി ദ ഡെഡ്, മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ എന്നെ അനുഗമിക്കുക. അതായത് നീ നിന്റെ അപ്പനെ സംസ്കരിക്കാൻ പോലും നീ പോകണ്ട, നീ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, എന്നെ അനുഗമിക്കുക. അവിടെ അപ്പന്റെ ബോഡി അവിടെ കിടന്ന് ഇതായി പോയിക്കോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ യേശുവിനെ അനുഗമിക്കണം, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ യേശുവിനെ അനുഗമിക്കണം. പക്ഷേ അതിനും വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. അതും ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കായുടെ പുസ്തകം 18-ാം അധ്യായം. ഓക്കെ, ലൂക്കായുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു ധനികനായിട്ടുള്ള ഒരാൾ വന്നിട്ട് യേശുവിനോട് ചോദിക്കണേ, ഗുഡ് ടീച്ചർ, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഹാവ് ഇറ്റേണൽ ലൈഫ്? നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണേ. നല്ലവനായ ഗുരു എന്ന് പറയണേ. അപ്പൊ തന്നെ യേശു പറയണേ, വൈ ഡു യു കോൾ മീ ഗുഡ്? ദർ ഈസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ്. നീ എന്തിനെന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നു? നല്ലവരായി ഇവിടെ ആരുമില്ല, ദൈവം മാത്രം. യേശു പറയണേ, നല്ലവനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ശരിയല്ലല്ലോ. അതിന്റെ എന്താണെന്ന് വെച്ചാല്, നല്ലവനായിട്ട് ദൈവം മാത്രമാണെങ്കിൽ അരിമത്യ ജോസഫ് നിങ്ങളുടെ ദൈവമാണ്. അരിമത്യ ജോസഫ് നല്ലവനായിരുന്നു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വെടിപ്പായിട്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യേശു കള്ളം പറയായിരുന്നില്ലേ? ബൈബിള് പറയുന്നത് അരിമത്യ ജോസഫ് നല്ലവനായിരുന്നു എന്നാണ്. യേശു പറയുന്നത് നല്ലവരായി ആരുമില്ല, ദൈവം മാത്രം, ഗോഡ് അലോൺ. താങ്കൾ പറയൂ. ഇപ്പൊ നല്ല ഗുരു എന്ന് ആ ധനികനായ ആ ചെറുപ്പക്കാരൻ യേശുവിനെ വിളിച്ചു. അപ്പം ആ ചോദ്യമുണ്ട്, പിന്നെ മരിച്ചവരുടെ ചോദ്യമുണ്ട്. 2 ചോദ്യമാണ്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുമ്പോൾ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ പറയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ ഡെത്തിനെ കുറിച്ചല്ല, ശരീര സംബന്ധമായി മരിച്ചതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അതുകൊണ്ടാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവിടുന്ന് ജീവിപ്പിച്ചു, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ. അപ്പം ബൈബിള് പറയുമ്പോൾ പല മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെ നമ്മൾ
വിവേചിച്ച് മനസ്സിലാക്കിയെങ്കിലേ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവരുടെ മതസംബന്ധമായ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ ആ ചെറുപ്പക്കാരന്റെ അപ്പൻ ഇങ്ങനെ ചത്ത് കിടക്കുക, ശവം അവിടെ കിടന്നിട്ട് ശവം അടക്കാൻ വേണ്ടി സാമ്പ്രാണി മേടിക്കാൻ വന്നപ്പോൾ യേശുവിനെ കണ്ടതല്ല. അവൻ ആ പറഞ്ഞതിന്റെ അർത്ഥം അവന്റെ ഫാമിലി ഡ്യൂട്ടീസ് എല്ലാം പൂർത്തീകരിച്ച് അവന്റെ അപ്പൻ മരിച്ചതിന് ശേഷം ആ അപ്പന്റെ അടക്കം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അനുഗമിക്കാം. അതൊരു വളരെ കാലത്തിന് ശേഷം വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അതൊരു പ്രയോഗമാണ്. ഞാൻ എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഡ്യൂട്ടികളെല്ലാം പൂർത്തീകരിച്ച് ഏറ്റവും അവസാനം ഞാൻ വരാം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത്, അത് ആരെങ്കിലും അടക്കും, നീ എന്നെ അനുഗമിക്കുക, കാരണം നിനക്ക് ഇതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇപ്പൊ ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഒരു ചിന്ത ഈ ജീവിതത്തിന്റെ അവസാനമാണ് സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ വ്രതത്തിലേക്കൊക്കെ പോകേണ്ടത്, ബാക്കി ജീവിതം ആസ്വദിക്കുക, ഏറ്റവും അവസാനം സന്യാസത്തിലേക്ക് പോവുക. അപ്പൊ പക്ഷെ ബൈബിളിന്റെ ആഹ്വാനം യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്കുക. അതുകൊണ്ടാണ് അവനോട് പറഞ്ഞത് അങ്ങനെ. ഇത് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് മനസ്സിലാക്കുക. രണ്ടാമത് ചോദിച്ചത് പിന്നെ എന്തായിരുന്നു? നല്ലവനായ ഗുരു. അതെ അതെ ആരുമില്ല, ദൈവം മാത്രം. പക്ഷെ ഞാൻ ബൈബിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അരിമത്യ ജോസഫ് നല്ലവനായിരുന്നു. ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ. രണ്ട് ജോസഫ് നല്ലവരായിരുന്നു. നല്ലവരായിട്ട് രണ്ടുപേരെ കാണാൻ പറ്റും. യേശുവിന്റെ ജനനത്തിൽ സഹായിച്ച ആളും ജോസഫും, മരണത്തിൽ സഹായിച്ച ജോസഫും. ഈ രണ്ട് ജോസഫും നല്ലവരായിരുന്നു എന്നാ പറയണത്. അപ്പൊ യേശുവിന് തെറ്റിയില്ലേ? യേശു പറഞ്ഞ നല്ലവരായി ആരുമില്ല, ഞാൻ പോലും നല്ലവനല്ല, നീ എന്തിനാ എന്നെ നല്ലവൻ എന്ന് വിളിക്കണത്? ദൈവം മാത്രമേ നല്ലവനുള്ളൂ എന്നാണ് യേശു പറഞ്ഞത്. പറഞ്ഞോളൂ. അതെ, അത് പറയുന്നത് ആബ്സല്യൂട്ട് ഗുഡ്നെസ്സിനെ കുറിച്ചാണ്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ നല്ലവൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ. നീ എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നല്ലവനായ ദൈവം തന്നെയാണ് ഞാനെന്ന് നീ തിരിച്ചറിഞ്ഞിട്ടാണോ വിളിക്കുന്നത്, അതോ ചുമ്മാ ഒരു ഫ്ലാറ്ററിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നല്ലവൻ അങ്ങ് വിളിക്കുന്നതാണോ, എല്ലാവരും വിളിക്കുന്നതാണോ? അപ്പൊ അത് മേക്ക് ഷുവർ ചെയ്യാനാണ് നീ എന്തിനാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം തന്നെയാണ് ഞാനെന്ന് നീ ഗ്രഹിച്ചോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ അന്നത്തെ കാലത്തെ ആളുകളുടെ സംഭാഷണ രീതി മനസ്സിലാക്കുക, പ്രത്യേകിച്ച് യേശുവിന്റെ സംഭാഷണ രീതി എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ മറ്റവരും നല്ലവരാന്ന് പറയുമ്പം അത് ആപേക്ഷികമായിട്ടുള്ള നന്മയുണ്ട്. റിലേറ്റീവ് ഗുഡ്നെസ് ആണ്. റിലേറ്റീവ് ഗുഡ്നെസ്സിനെ കുറിച്ചാണ് അവനൊരു നല്ലവനായിരുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഗുഡ്നെസ് അല്ല, റിലേറ്റീവ് ഗുഡ്നെസ് ആണ്, ആപേക്ഷിക നന്മയാണ്. അപ്പൊ മറ്റു മനുഷ്യരെതിരിച്ച് അവന് ഒരുപാട് നന്മയുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, കാർത്തിക് ജി വളരെ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് വിയോജിപ്പ് കാണും. അപ്പൊ കാർത്തിക് ജി പറയാണ് ആ ശിവു മീഡിയകൾ ഒരു നല്ല മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയോജിക്കുന്നവരായിരിക്കും കൂടുതൽ, 1-2 പേര് പറയും ശരിയായിരിക്കും എന്ന് പറയും. അപ്പൊ ഇത് ഒരു ആപേക്ഷികതയാണ്. അത് ഇനി ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഈ നമ്മൾ പറയും അയാൾക്ക് പ്രഷർ ഉണ്ടെന്ന് പറയും, അല്ലെ ഷുഗർ ഉണ്ടെന്ന് പറയും. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷുഗർ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഷുഗർ ഇല്ലെങ്കിൽ ചത്തുപോകത്തില്ലേ? അപ്പൊ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികമായിട്ടുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഷുഗർ കൂടുതലാണ്, ശരാശരിയിൽ അല്ലെങ്കിൽ ക്രമമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഷുഗർ വരുന്നു. ഷുഗർ ആണെന്ന് പറയും, അല്ലെ പ്രഷർ ആണെന്ന് പറയും, കൊളസ്ട്രോൾ ആണെന്ന് പറയും. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഷുഗറും ഉണ്ട്, പ്രഷറും ഉണ്ട്, കൊളസ്ട്രോളും ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ആപേക്ഷികത മനസ്സിലാക്കുക. അതാണ് അതിന്റെ വിശദീകരണം തരാനുള്ളത്. ഞാൻ എന്താ പറയേ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ താങ്കൾ പറയണത് അത് യേശു അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ചത്തവര് തന്നെ ചത്തവരെ ദയിപ്പിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല, അവിടുത്തെ പ്രയോഗമായിരുന്നു. താങ്കൾക്ക് ഈ യഹൂദരുടെ പ്രയോഗമൊക്കെ വളരെ നല്ലപോലെ വശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് വളരെ നല്ല കാര്യം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്. അതായത് ഈ ശിഷ്യനോട് യേശു മറുപടി പറയുന്നുണ്ട്. എന്താ മറുപടി? യു നോ ദ കമാൻഡ്മെന്റ്സ്. നിനക്ക് കൽപ്പനകൾ അറിയാമല്ലോ, 10 കൽപ്പനകൾ. അവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, അതിലൊരു കൽപ്പനയാണ് 10 കൽപ്പനയില്. മനസ്സിലായോ? അപ്പോ അവിടെ യേശു പറയുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നാണ്. പിതാവ് എന്ന് വെച്ചാല് യേശുവിന്റെ പിതാവ് പരിശുദ്ധാത്മാവെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിടത്തും പിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ യേശു ബഹുമാനിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബൈബിളിൽ വചനമില്ല. യേശു മദർ ഉണ്ടായിരുന്നല്ലോ. മാർക്കോസിന്റെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, അവന്റെ അമ്മയും സഹോദരങ്ങളും അവനെ കാണാൻ വന്നു. അപ്പൊ അവൻ ജനക്കൂട്ടങ്ങളുടെ നടുവിൽ നിൽക്കണായിരുന്നു. അപ്പൊ ഒരു മെസ്സഞ്ചറിനെ വിട്ടു. അപ്പൊ അയാൾ ചെന്നിട്ട് യേശുവിനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോ യേശു അവരെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. യേശു പറയുന്നത് ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരങ്ങൾ? ദേ ഈ നിൽക്കുന്ന ആളുകൾ കണ്ട, ഇവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും എന്നാ പറഞ്ഞത്. ഈ തമിഴ് സിനിമയിലൊക്കെ ഈ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ചില മൂന്നാംകിട രാഷ്ട്രീയക്കാര് പ്രയോഗിക്കുന്ന ചീപ്പ് തന്ത്രം നിങ്ങൾക്കറിയാലോ. ബൈബിൾ വായിച്ച ആരാണ് എന്റെ അമ്മയെന്ന് യേശു നമ്മളോടാണ് ചോദിക്കണത്. നിങ്ങൾക്കറിയാൻ പോലെ ബൈബിളിൽ പറയാം യേശു മറിയമാണ് യേശുവിന്റെ അമ്മയെന്ന്. പിന്നെ ആരാണ് എന്റെ അമ്മയെന്ന് ചോദിക്കണത് എന്തിനാണ്? എന്നാ മറന്നുപോയ അമ്മനെ, സ്വന്തം അമ്മനെ പോലും മറന്നുപോണ ഒരാളെങ്ങനെ ദൈവപുത്രനാവണത്? സുഹൃത്തെ, യേശു രണ്ടാമത് ജന്മം വന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ആദ്യം വരുന്നത് യേശുവിന്റെ അമ്മയുടെ അടുത്തല്ലേ. ഇപ്പൊ ഞാൻ മരിച്ചിട്ട് രണ്ടാമത് ജന്മം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അമ്മ ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ആദ്യം പോവുള്ളൂ. യേശു പോകുന്ന മഗ്ദലന മറിയ എന്ന് പറയുന്ന ഒരു പിശാച് ബാധിച്ച സ്ത്രീയുടെ മുമ്പിലാണ്, അമ്മയുടെ അടുത്തല്ല പോണത്. അല്ലെങ്കിൽ ഇദ്ദേഹം കാണിച്ചു തരട്ടെ അമ്മനെ ബഹുമാനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവം ബൈബിളിൽ നിന്ന്. അമ്മ വന്നിട്ട് കാനായിലെ കല്യാണത്തിന് അമ്മ പറയും, യേശുവിന്റെ അമ്മ മറിയം, അവര് പറയും, അതായത് ഇവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയും. അപ്പൊ തന്നെ യേശു പറയും, സ്ത്രീയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറയരുത്. യു മസ്റ്റ് നോട്ട് ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു. അമ്മനോട് ചൂടാവണേനും ചെയ്യണത്. ബഹുമാനം യാതൊരു കാരണവശാലും അവിടെ കാണിക്കുന്നില്ല, യാതൊരു ബഹുമാനവും ഇല്ല, അമ്മയെന്ന് പോലും വിളിക്കുന്നില്ല. അപ്പോ സ്വയം അച്ഛനും അമ്മനും ബഹുമാനിക്കാത്ത ഒരാള് മറ്റുള്ളവരോട് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നതിന്റെ ഔചിത്യം എനിക്ക് മനസ്സിലായതില്ല. താങ്കൾ അതൊന്ന് വിശദമാക്കൂ. യേശു തന്റെ അമ്മയെ ബഹുമാനിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ യാതൊരു രേഖകളും നമുക്കില്ല. കാരണം യേശു കർത്താവ് ന്യായപ്രമാണം സംബന്ധിച്ച് പെർഫെക്റ്റ് ആയിട്ട് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് വെൻ ടൈം ഹാർഡ് ഫുള്ളി കം ഗോഡ് സെൻഡ് ഹിസ് സൺ അണ്ടർ ദ ലോ ബോൺ ഓഫ് എ വുമൺ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനെ, ഗലാത്യർ 4:4. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചിട്ട് യോഹന്നാൻ ശ്ലീഹ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു ചലഞ്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിലെ ഏതെങ്കിലും കൽപ്പന ഞാൻ ലംഘിച്ചതായി ഒരു എവിഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? യഹൂദന്മാര് കലി കൊണ്ട് നിൽക്കുന്ന യഹൂദന്മാരോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് വരെ പഴയ നിയമ കൽപ്പനയുള്ളപ്പോൾ ഇവൻ അവന്റെ അമ്മയെ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഉറപ്പായിട്ടും യഹൂദന്മാർ ആ ആരോപണം കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആരോപണം ആരും ഉന്നയിച്ചില്ല. അത് മാത്രമല്ല, കുരിശിന്റെ ചുവട്ടിൽ തന്റെ അമ്മ നിൽക്കുമ്പോൾ ആ അമ്മയെ ശിഷ്യനായ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ശിഷ്യൻ അവളെ ആ നിമിഷം മുതൽ അവന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അപ്പോൾ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭയുടെ അമ്മയായിട്ട് തന്നെ തന്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യേശു കർത്താവിനെ ഉദരത്തിൽ വഹിച്ചു എന്നതുകൊണ്ട് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളായി പരിശുദ്ധ അമ്മ മാറി. ഇന്ന് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളിലും ഏറ്റവും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ് മേരി. മേരി എന്ന പേര് കോടിക്കണക്കിന് ആളുകളാണ് വഹിക്കുന്നത്. അത്രമാത്രം വെനറേറ്റ് ചെയ്യപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് തന്റെ അമ്മയെ കർത്താവ് ആദരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ കൂടുതൽ ആർക്കും ആദരിക്കാൻ പറ്റില്ല, ആരും ആദരിക്കപ്പെട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയില്ല. താങ്കൾ പറയുന്നത് മറിയാണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട സ്ത്രീ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ആദരത്തിന് അവര് അർഹയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ഞാൻ വിശദമാക്കാം, താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, അവിടെ പറയുന്നത് യേശുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ അമ്മയായ മറിയം യോസഫിന്റെ പ്രതിശ്രുത വധുവായിരിക്കെ, എന്നാൽ അവർ സഹവസിക്കും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് യോസഫിന്റെ പ്രതിശ്രുത വധുവായിരുന്നു, പരിശുദ്ധാത്മാവ് ഗർഭിണിയാക്കി മറിയനെ. അത് യോസഫ് അറിയാതെ, മറിയയോ യോസഫോ രണ്ടുപേരും, മറിയയോ പരിശുദ്ധാത്മാവോ രണ്ടുപേരും യോസഫിനോട് ഒന്നും അറിയിക്കുന്നില്ല, രഹസ്യമായിട്ടാണ് പരിപാടി ചെയ്യണം. അത് തന്നെ തെറ്റല്ലേ? അത് തന്നെ ഒരു നല്ല മാതൃകയാണോ ഈ മറിയ മനുഷ്യകുലത്തിന്? ഇങ്ങനെ ഈ മറിയനെ കൊണ്ട് മാതൃകയാക്കി വെച്ചാണ് യൂറോപ്പും ഇത് ലോകം മുഴുവനും വ്യഭിചാരമായത്. ഈ മറിയ എന്ന് മുതലാണോ? 2000 വർഷമായി മറിയനെ മാതൃകയാക്കാൻ തുടങ്ങിയിട്ട്. മറിയല്ല മാതൃക, സീതാദേവിയാണ് മാതൃക. സ്ത്രീത്വത്തിന്റെ മഹത്വം അറിയിക്കുന്നത്. അതായത് ഭർത്താവിനെ കാട്ടിലേക്ക് വിട്ടപ്പോ ഭർത്താവിന്റെ നിഴല് പോലെ പിന്നാലെ കാട്ടിലേക്ക്, കൊട്ടാരത്തിൽ ഇരിക്കാമായിരുന്നിട്ടും കാട്ടിലേക്ക് പോയത്.
അതാണ് ഒരു സ്ത്രീത്വത്തിന്റെ മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കുക. വേറെ ഒരുപാട് മാതൃകമാരുണ്ട്. പക്ഷെ മറിയ മാതൃകയായാല് ലോകം മുഴുവനും ഇപ്പൊ കാണുന്നത് പോലെ, ഇപ്പൊ യൂറോപ്പിലൊക്കെ കാണുന്നത് പോലെ ആയിത്തീരും. നമ്മുടെ നാട്ടിലും അങ്ങനെയായി തീരും ഈ മറിയനെ മാതൃകയാക്കാൻ തുടങ്ങിയാൽ. കാരണം മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ കഥ വെച്ച് നോക്കുമ്പോ അവർക്ക് അവരുടെ ഭർത്താവിനെ യാതൊരു മതിപ്പും ഉണ്ടായിരുന്നില്ല, യാതൊരു മതിപ്പും. അവര് ഒരിക്കലും ഒരു നല്ല സ്ത്രീ ആണെങ്കിൽ, ഇപ്പൊ ഗബ്രിയേൽ വന്നിട്ട് പറഞ്ഞ മറിയയുടെ അടുത്ത്, മറിയെ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ മറിയ പറയുന്നത്, അതെങ്ങനെ ഞാൻ പുത്രനെ പ്രസവിക്കും, ഞാൻ ഇതുവരെ ആരുടെയും കൂടെ കിടന്നിട്ടില്ലല്ലോ, സെക്സ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് മറിയ പറയണത്. അല്ലാണ്ട് അയ്യോ എനിക്ക് ഒരു ഭർത്താവുണ്ട്, ഞാൻ ഒരാൾക്ക് വിവാഹ സമ്മതം മൂളിയേക്കണ്, അയാൾ അറിയാതെ എനിക്ക് ഇതിന് സമ്മതിക്കാൻ പറ്റൂല, അങ്ങനെയൊന്നും പറയുന്നില്ല മറിയ. മറിയ ഒരു അറഗന്റ് ലേഡിയുടെ മാതൃകയാണ്, എക്സാമ്പിൾ ആണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്വാളിറ്റി അവരിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഇത് അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയേക്കണത്. ബൈബിളിൽ പറയണ പ്രകാരം മറിയ ഗർഭിണിയായ തന്നിഷ്ടപ്രകാരം ഗർഭിണിയായി. യോസഫായിട്ട് യാതൊരു ഡിസ്കഷനും ഇല്ല. പിന്നെ കുന്തിയും ഇതൊക്കെ പറയുന്നുണ്ട്. അത് ഈ കാര്യം പറയുമ്പോ ക്രിസ്ത്യാനികൾ എപ്പോഴും പറയുന്ന കുന്തിയുടെ കാര്യം കർണനെ പ്രസവിക്കുന്നത് അപ്പോഴും കുന്തി എന്താ പറയാ, കുന്തിയുടെ ഹസ്ബൻഡായിട്ട് അങ്ങനെ കല്യാണവും ഇല്ല, ഒന്നും ചെയ്തായിട്ടില്ല. ഈ മേരി യോസഫ് കഥ പോലെ, അതായത് വിവാഹ സമ്മതവും നടത്തിയിട്ടില്ല. കുന്തിക്ക് പാണ്ഡുവിനെ അറിയാനേ പാടില്ല. ആ സമയത്താണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ജനിച്ച കർണനെ ഒഴുക്കി കളയുകയും ചെയ്ത്. അല്ലാണ്ട് കൊണ്ടുപോയിട്ട് ലോകത്തിന്റെ രക്ഷകനാണെന്ന് പറഞ്ഞ് ലോകത്തിന് കാണിച്ചില്ല കുന്തി. മനസ്സിലായോ? അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഇത് പറയുമ്പോൾ കുന്തിയുടെ കാര്യം പറഞ്ഞിട്ട് വരാണ്ടിരിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത്. അതായത് മറിയ എന്ന് പറയുന്നത് ശരിക്കും നോക്കണമെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ ആകാൻ പാടില്ലയോ അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് മറിയ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് മറിയ ലോകപ്രശസ്തി, അങ്ങനെ ആരാണ് ലോകപ്രശസ്തമാക്കുക? ഹിറ്റ്ലറിനെ വരെ വിൻസ്റ്റൺ ചർച്ചിൽ ലോക പ്രശസ്തനല്ലേ, എന്താ സംശയം? പക്ഷെ അവനെക്കാളും വലിയൊരു ദുഷ്ടൻ ഈ ലോകത്ത്, ഹിറ്റ്ലറിനെക്കാളും 10 മടങ്ങ് ഭീകരനായിരുന്നു അവൻ. ബംഗാളിൽ എത്രയോ പേരെയാണ് അവൻ കൊന്നത്. അപ്പൊ അവനെ വെള്ളക്കാര് വെള്ളപൂശി ലോക പ്രശസ്തനാക്കിയിട്ടുണ്ട്. അതേപോലെയാണ് മറിയനെ വെള്ളപൂശണം. പക്ഷെ അതുകൊണ്ട് നന്മ ഉണ്ടാവത്തില്ല. സത്യത്തിലൂടെ മാത്രമേ സമാധാനം ഉണ്ടാവത്തുള്ളൂ. നുണപ്രചരണമാണെങ്കിൽ സമാധാനം തകരും. അതാണ് ഇപ്പൊ തകർന്നേക്കണ സമാധാനം. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് മറിയനെ കുറിച്ച് പറയണത്. താങ്കൾ പറഞ്ഞ കേട്ടതൊന്നും മറിയ ഭയങ്കര നല്ല സ്ത്രീയാണെന്ന് തോന്നുന്നു. പക്ഷെ ബൈബിള് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യോസഫിനെ വഞ്ചിച്ചവളാണ്. യോസഫ് ബൈബിളിൽ പറയുന്നുണ്ട്, ഹി ഡിഡ്ന്റ് വാണ്ട് ടു മേക്ക് ഹർ എ പബ്ലിക് ഡിസ്ഗ്രേസ്. അവളെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വൃത്തികെട്ടവളായിട്ട് ഒരു നാറ്റ കേസായിട്ട് കാണിക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് മറിയ നാറ്റ കേസായിരുന്നു, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് അയാൾ ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് ഈ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയർഡ് ടു ജോസഫ് ഇൻ എ ഡ്രീം. ഒരു സ്വപ്നത്തിൽ യോസഫിനോട് പറഞ്ഞു, യോസഫെ ഞാനാണ് നിന്റെ ഭാര്യനെ ഗർഭിണിയാക്കിയെന്ന്. ഇതെന്ത് പരിപാടിയാണ്? അതായത് ജോസഫ് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ജോസഫ് സ്വപ്നത്തിൽ പോലും ഒന്നും അറിയില്ലായിരുന്നു. കാരണം ജോസഫ് അറിഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് ജോസഫിനെ അറിയിക്കുക. ആ തട്ടിപ്പല്ലേ? അത് നേരത്തെ അറിയിക്കണ്ടല്ലേ, എനിക്ക് ഇന്ന മാതിരി നിന്റെ ഭാര്യയില്, നിന്റെ പ്രതിശ്രുത വധുവില് എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞിട്ടല്ലേ അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെന്ന് തന്നെ നിർബന്ധമാണെങ്കിൽ. മനസ്സിലായോ? ദൈവം ഇത് ഈ കല്ലിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഈ കല്ലിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് ജോസഫിന്റെ വുഡ് ബി വൈഫിന് അത് ജോസഫ് അറിയാണ്ട് ഇംപ്രഗ്നേറ്റ് ചെയ്തത്? അത് തെറ്റല്ലേ? ആ തെറ്റെങ്കിലും നിങ്ങൾ സമ്മതിക്കൂ. ഫാസ്റ്റർ പീഡിയക്കൽജി പറയൂ. ഇതിനകത്ത് കന്യക മറിയം ദൈവാലയത്തിൽ വളർന്ന ദൈവാലയ കന്യക. കേൾക്കാൻ പറ്റിയോ? സോറി, ഹലോ, മൈക്ക് മ്യൂട്ട് ആയി പോയതാ. സോറി, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു? കേട്ടു. ഞാൻ മറുപടി പറയാം. ദൈവാലയ കന്യകയായ മറിയം മശിഹായുടെ വരവിനെ കാത്തിരിക്കുന്നവരുടെ സംഘത്തിലുള്ളവളായിരുന്നു. ദൂതൻ അവിടെ പറയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയോട്, നമ്മുടെ ഇന്നത്തെ സിനാറിയോയിൽ ചിന്തിച്ചാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്, വിവാഹത്തിന് കുറെ ദിവസങ്ങളേ ഉള്ളൂ.
അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു ദൈവദൂതനോ അല്ലെങ്കിൽ ഒരു ആത്മീകമായ ഒരു ആചാര്യന്മാരോ ഒരു സന്യാസിയോ ഒരു അങ്ങനെയുള്ള ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു 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 യോഗി വര്യനോ ആരെങ്കിലും ആകട്ടെ, അവരൊന്ന് അനുഗ്രഹിക്കുകയാണ്, നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറയുമ്പോൾ അവർ ഉവ്വ് സ്വാമി എന്ന് പറഞ്ഞ് കൈ തൊഴുത് അനുഗ്രഹം മേടിക്കും. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വളരെ നല്ല ഒരു ആശീർവാദമാണ് നിനക്കൊരു മകൻ ജനിക്കും എന്ന് പറയുന്നത്. അത് ഏതൊരു പെൺകുട്ടി കേട്ടാലും വളരെ സന്തോഷിക്കും. കാരണം ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ്. പ്രത്യേകിച്ച് നമ്മുടെ ഓറിയന്റൽ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ പൗരസ്ത്യ ചിന്ത അനുസരിച്ച് ആദ്യ ജാതനൊരു പുത്രൻ, ഒരു ആൺകുട്ടി ആകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അനുഗ്രഹം. അപ്പൊ നിനക്കൊരു മകൻ ജനിക്കും. ഇത് ദൈവദൂതനാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അയ്യോ, എത്ര സന്തോഷമുള്ള കാര്യമാ. പക്ഷേ ആ പ്രവചനത്തിൽ അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തിൽ ആ അരുളപ്പാടിൽ മറിയം ആശ്ചര്യപ്പെടുകയാണ്. ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹം കഴിയുമ്പോൾ പുരുഷനെ അറിയും, ഗർഭം ധരിക്കും, മകനെ പ്രസവിക്കും എന്ന് മനസ്സിലാക്കിയ പോരെ. പക്ഷെ ചോദിക്കുന്നത്, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പുരുഷനെ അറിയാനുള്ള ഒരു പ്ലാൻ തന്റെ ജീവിതത്തിൽ ഇല്ല. നിത്യവ്രതവാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു കന്യകയാണ് താൻ. അപ്പൊ നിത്യവ്രതവാഗ്ദാനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ്, പുരുഷനെ അറിയാൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചോദ്യം തിരിച്ചു ചോദിക്കുന്നത്. ഇനി അതിന് ബൈബിളിൽ നിന്ന് തെളിവ് വേണമെങ്കിൽ ഒരു സൂചന നമുക്ക് കാണാൻ പറ്റും. പൗലൂസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, എന്നാൽ ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നു എങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അവൻ ദോഷം ചെയ്യുന്നില്ല, അവർ വിവാഹം ചെയ്യട്ടെ. എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുള്ളവനുമായ ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചുകൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന് എന്ന് പറഞ്ഞ അന്നത്തെ ഒരു പ്രാക്ടീസാണ്. ഈ ദൈവാലയ കന്യകമാരെ പ്രായമാകുമ്പോൾ ഓരോരുത്തരും വിവാഹം ചെയ്യുകയാണ്. എന്തിനാണ്? അവരുടെ കന്യകാത്വത്തെ സംരക്ഷിക്കുവാനാണ്. അപ്പൊ രക്ഷകർത്താവായി ഈ വിവാഹം ചെയ്യുന്ന ആളുകൾ ഈ കന്യകയുടെ പ്രാർത്ഥനാ ജീവിതത്തിന് സപ്പോർട്ട് ചെയ്ത് അവർക്ക് പരിരക്ഷ നൽകുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. അതിനെയാണ് തന്റെ കന്യക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വിവാഹ നിശ്ചയമാണ് ജോസഫുമായി മറിയത്തിന് ചെയ്തത്. അതുകൊണ്ട് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പുരുഷനെ അറിയാനുള്ള പദ്ധതി ഇല്ല, അങ്ങനത്തെ ഒരു ആശയം ഇല്ലാത്തത് കൊണ്ടാണ് ദൂതനോട് ചോദിച്ചത്, ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം ഞാൻ ദൈവാലയ കന്യകയാണ്, നിത്യവ്രതവാഗ്ദാനമാണ്, നിത്യകന്യകയാണ്. ആ നിത്യകന്യകയായ എനിക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്? അപ്പൊ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള വിവാഹം അല്ലാത്തത് കൊണ്ടാണ് ആ ചോദ്യം അവിടെ വന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ ഒരുവന് തോന്നുകയാണ്, ഹൃദയത്തിൽ സ്ഥിരതയില്ലാതെ നിശ്ചയമില്ലാതെ താൻ സൂക്ഷിക്കുന്ന കന്യക വിവാഹം കഴിക്കണമെന്ന് ഒരുത്തന് തോന്നിയാൽ അവൻ പാപം ചെയ്യുന്നില്ല, അവൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഈ വ്രതവാഗ്ദാനമുള്ള പെൺകുട്ടിയെ താൻ സൂക്ഷിക്കുമ്പോൾ ഇനി ആ കല്യാണം കഴിച്ചിട്ട് ഇനി വല്ല കുഴപ്പവും വരുമോ എന്ന് ഓർത്ത് പേടിക്കാതിരിക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, പക്ഷെ എങ്കിലും വിവാഹം കഴിക്കാതെ അവളെ സൂക്ഷിക്കുന്നതാണ് ഏറെ നല്ലത്. ആ നിർദ്ദേശം അവിടെ കൊടുക്കുന്നുണ്ട്. എഴുതി ചോദിച്ചതിന്റെ ഫലമായിട്ട് മറുപടി അയക്കുന്നതാണ് കൊരിന്ത്യ ലേഖനത്തിലുള്ളത്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളാണ്. മനുഷ്യകുലത്തിൽ ജനിച്ചതിൽ ഏറ്റവും ഭാഗ്യമുള്ളത് പരിശുദ്ധ മറിയമാണ്. അതിനേക്കാൾ ഭാഗ്യമുള്ള ഒരാളുമില്ല. ലോകം മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും ആദരിക്കുന്ന ഒരു വ്യക്തിവിശേഷവുമില്ല. പിന്നെ കുലസ്ത്രീയായിട്ട് തലമൂടി എവിടെയെങ്കിലും ഭർത്താവിന്റെ നിഴൽ പോലെ ഇരിക്കുവോ, വീടിന്റെ അകത്ത് അന്തപുരത്തിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൊക്കെ ഒളിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരൊന്നും മാതൃകയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പോ ആധുനിക നേഴ്സിംഗ് ഉണ്ട്. അതിന്റെ മാതാവായിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗേൽ മുറിവേട്ട പട്ടാളക്കാരുടെ ഇടയിലൂടെ നടക്കുകയും രാത്രികാലങ്ങളിൽ പോലും ഒരു കയ്യിൽ വിളക്കും പിടിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്ത ഒരു മഹനീയ മാതൃകയാണ്. ശുശ്രൂഷിക്കുന്ന സ്ത്രീത്വത്തിന് പുതിയ അർത്ഥതലങ്ങൾ കൽപ്പിക്കുകയാണ്. ഇത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ മോചനത്തിനായി ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ ആ ദൈവപുത്രന് വേണ്ടി തന്റെ ഹൃദയവും തന്റെ ഉദരവും തുറന്നു കൊടുത്ത പരിശുദ്ധ അമ്മ ഏറെ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളാണ് എന്ന് ഞങ്ങൾ ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ക്രൈസ്തവർ മാത്രമല്ല, മറ്റ് ആളുകളും ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന സ്ത്രീകളിൽ ഇത്രയും താഴ്ത്തപ്പെട്ട ഒരാളുമില്ല എന്ന് സെറൂഗിലെ യാക്കോബ് പാടുമ്പോൾ ലോകരിൽ ഏറ്റവും ഇത്ര ഉയർത്തപ്പെട്ടതും ആരുമില്ല എന്ന് ഞങ്ങളുടെ സഭ ഞങ്ങൾ ഒരുമിച്ച് പാടുന്നു.
അത് ഞങ്ങളുടെ വിശ്വാസ സത്യമാണ്. അത് വിശ്വാസ സത്യം മാത്രമല്ല, ഭൗതിക യാഥാർത്ഥ്യം കൂടിയാണ്. കണ്ണു തുറന്ന് താങ്കളൊന്ന് നോക്കിയാൽ താങ്കൾക്ക് ചുറ്റും കാണാം. താങ്കൾ ഇരിക്കുന്നിടത്ത് നിന്ന് നോക്കുമ്പോഴും കാണാം സെന്റ് മേരീസ് ചർച്ച്, സെന്റ് മേരീസ് ഓർഫനേജ്, സെന്റ് മേരീസ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ സെയിന്റ് മേരീസ് എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്ന ആ വിശുദ്ധ വനിതാ രത്നത്തെയാണ് താങ്കൾ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് ചാണകമാരി സൂര്യനെ എറിയുന്ന പോലെ മാത്രമേ ഉള്ളൂ എന്നും സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. താങ്കൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. അല്ല, താങ്കൾ പറഞ്ഞെന്താണ് ഈ കന്യക മറിയം എന്നാണ് താങ്കൾ പറയണത്. വിശുദ്ധ കന്യക മറിയം എന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷെ ബൈബിള് പറയുന്നത് അങ്ങനെയല്ല. ബൈബിള് പറയുന്നത് ഈ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് വന്നല്ലോ ജോസഫിന്റെ സ്വപ്നത്തില്, കർത്താവിന്റെ മാലാഖ വന്നല്ലോ. അപ്പോ അതിനുശേഷം ബൈബിള് പറയുന്നത് മറിയ പുത്രനെ പ്രസവിക്കുന്നത് വരെ മറിയയുമായിട്ട് യോസഫ് സെക്സ് ചെയ്തില്ല എന്നാണ് പറയണത്. അതിന്റെ അർത്ഥം പുത്രനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് സെക്സ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പൊ മറിയയുമായിട്ട് ഹോളി ഗോസ്റ്റ് വഴി ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷം യോസഫ് സെക്സ് ചെയ്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ ഇത്തരം കുഞ്ഞുങ്ങളെ പ്രസവിച്ച സ്ത്രീനാണ് ഇവര് നിത്യകന്യക എന്ന് വിളിക്കണത്. ഇതെന്ത് ബ്ലണ്ടറാണിത്? ഇങ്ങനെയാണോ പറയണത്? പിന്നെ താങ്കൾ പറഞ്ഞു മറിയം നിത്യകന്യകയായിട്ട് നേർന്നവളായിരുന്നു എന്ന്. അങ്ങനെ നേർന്നവളാണെങ്കിൽ പിന്നെ യോസഫായിട്ട് വിവാഹ സമ്മതം മൂളി എന്തിനാണ്? നിത്യകന്യകയായിട്ട് ജീവിക്കണം, ഒരു കുഴപ്പമില്ല. ഒരാളായിട്ട് വിവാഹ സമ്മതം മൂളിയിട്ടാണോ നിത്യകന്യക ആവണത്? അതെങ്ങനെ ശരിയാവും? അവിടെ ശരിയാവുന്നില്ലല്ലോ താങ്കൾ പറയുന്നത്. താങ്കൾ വിശുദ്ധമാക്കൂ പ്ലീസ്. ഞാൻ വിശുദ്ധമാക്കും. അതായത് അങ്ങനെയുള്ള കന്യകമാരെ സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന ഒരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. അപ്രകാരം ദൈവാലയത്തിന്റെ ചുമതലക്കാർ യോസഫിനെ അവളെ ഏൽപ്പിച്ചാണ് സംരക്ഷിക്കുവാൻ വേണ്ടി. തന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി തനിക്ക് നൽകിയ പെൺകുട്ടിയാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് യോസഫ് അവിടെ ആശങ്കാകുലനാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഉള്ള രേഖകളുണ്ട്. യോസഫിന്റെ വടി തളർത്തതിനെ കുറിച്ചും അങ്ങനെ സെലക്ട് ചെയ്തതിനെ കുറിച്ചും അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞ ആരോപണത്തിൽ ഞാൻ വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ് നൽകിയത്. പിന്നെ താങ്കൾ പറഞ്ഞത് വിവാഹം കഴിക്കുന്നവരെ ബന്ധപ്പെട്ടില്ല, അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് പ്രസവിക്കും വരെ ബന്ധപ്പെട്ടില്ല, പിന്നെ പ്രസവം കഴിഞ്ഞ് ബന്ധപ്പെട്ടു എന്ന് അനുമാനിക്കുകയാണ്. അങ്ങനെ ബൈബിളിൽ ധാരാളം വാക്യങ്ങളുണ്ട്. അതൊക്കെ താങ്കൾ വിശദീകരിക്കേണ്ടി വരും. ദാവീദിന്റെ ഭാര്യയായ മീഖൽ മരണം വരെ പ്രസവിച്ചില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പം കാർത്തിക് ശിവകുമാർജിയുടെ അഭിപ്രായത്തിൽ മരണശേഷം മീഖൽ ചറപറ പ്രസവിച്ചു എന്നായിരിക്കുമല്ലോ അനുമാനിക്കേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള എഴുതാപ്പുറം വായിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. ബൈബിളിൽ കന്യകാ മറിയത്തിന് അല്ലെങ്കിൽ മറിയത്തിന് വേറെ മക്കളുണ്ടായെന്ന് വാക്യം ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ആ വാക്യം കാണാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ വാക്യമില്ലാത്തടത്തോളം കാലം താങ്കളുടെ കേവലം ഭാവന മാത്രമാണ് അതെന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. താങ്ക് യു. ധാരാളം വാക്യമുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ മറിയ ഒരുപാട് സ്ത്രീകളെ പ്രസവിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞെന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞ ബൈബിളിൽ. എന്തെന്ന് പറഞ്ഞിട്ടില്ലാന്ന്? മറിയവുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മത്തായിയുടെ പുസ്തകത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവള് മറിയ പ്രസവിക്കുന്നത് വരെ യോസഫ് സെക്സ് ചെയ്തില്ലെന്നാ പറയണത്. അതായത് ഇപ്പൊ ഞാൻ താങ്കളോട് പറഞ്ഞ പാസ്റ്റർ ജി, ഷിബു പീഡിയക്കൽ ജി, ഞാൻ താങ്കളോട് പറഞ്ഞ 18 വയസ്സ് വരെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അതല്ലേ? താങ്കൾക്ക് മലയാളം അറിയാമെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിൽ എഴുതിയേക്കണേ. അത് കൂടാണ്ട് യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും ആയി കാനായിലെ വിവാഹത്തിന് പങ്കെടുക്കുന്നു. പിന്നെ യേശുവിന്റെ സഹോദരങ്ങൾ യേശുവിനോട് പറയുന്നു, നീ എന്താണ് ഇവിടെ ഒളിച്ചിരിക്കണത്? ഈ പ്രശസ്തനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഇങ്ങനെ ഒളിച്ചിരിക്കാറില്ല. നീ ഇവിടെ തിരുനാളിന് നീ പോവെന്ന് പറയണേ യേശുവിനോട്. അപ്പോ യേശുവിന്റെ സഹോദരങ്ങൾ പറയണേ. അപ്പൊ യേശു സഹോദരങ്ങളോട് പറഞ്ഞേ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് പറയണേ. പക്ഷെ തന്റെ സഹോദരങ്ങൾ പോയതിനു ശേഷം അവനും പോയി. അത് പക്ഷെ പരസ്യമായി ആയിരുന്നില്ല, രഹസ്യമായി. അപ്പോ ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് സഹോദരങ്ങളോട് നുണ പറഞ്ഞു യേശു. മനസ്സിലായോ? എന്നിട്ട് അവസാനം എഴുതിയിട്ടുണ്ട്, അവന്റെ സഹോദരങ്ങൾ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന്. സഹോദരങ്ങൾ പോലും. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോ പിന്നെ യേശുവിനെ കാണുമ്പോ യേശുവിനെ കുറിച്ച് യേശുവിന്റെ നാട്ടുകാർ പറയുന്നുണ്ട്, ഇവൻ യോസഫിന്റെ പുത്രനല്ലേ, ഇവന്റെ സഹോദരന്മാർ യൂദ, യാക്കോബ്, ഷിമയോൻ ഇവരൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ എന്ന് പറയുന്നുണ്ട്.
അപ്പൊ അതൊക്കെ എന്താണ്? യേശുവിന്റെ സഹോദരന്മാരല്ലേ. സഹോദരൻ എന്ന് വെച്ചാൽ ഒരേ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെന്നാണ്. മറിയക്ക് ഒരുപാട് സഹോദരന്മാരുണ്ടായിരുന്നു, പുത്രന്മാരുണ്ടായിരുന്നു. എന്നിട്ടാണ് യേശു കുരിശി കിടന്നുകൊണ്ട് പറയണത്, സ്നാപയോഹനല്ല, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനോട് പറയണത്, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഈ മറിയനെ കൊടുക്കണം. അണ്ട് മറിയനെ കൊണ്ട് ആള് വീട്ടിലോട്ട് പോകണമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ മറിയക്ക് വേറെ സഹോദരങ്ങളില്ലേ. അപ്പൊ യേശുവിന് എന്താ അധികാരം? യേശു ആണെങ്കിൽ മറിയനെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. പിന്നെ യേശു പറഞ്ഞ മറിയം കേക്കൂ. മറിയനെ കാണാൻ പോലും യേശു കൂട്ടാക്കിയിട്ടില്ല. യേശുവിനെ കാണാൻ മറിയ വന്നിട്ട് ഏതമ്മയെന്നാണ് യേശു ചോദിച്ചത്. അങ്ങനെയുള്ളപ്പോ യേശുവിന് എന്താ അധികാരം മരിക്കാൻ നേരത്ത് പറയാനായിട്ട്? ഈ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനോട്. അത് മാത്രമല്ല, അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. വെള്ളിയാഴ്ച ഉച്ചക്ക് ഏതാണ്ട് 3 മണി സമയത്താണ് ഇങ്ങനെ പറയണത്, ഇതാ നിന്റെ അമ്മയെന്ന് പറയണത്, മറിയനെ കാണിച്ചിട്ട്. പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വെള്ളിയാഴ്ച വെളുപ്പിന് ഏകദേശം ഒരു 1 മണി സമയത്ത്, ശരിക്കും അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി, ആ സമയത്ത് ആണെങ്കിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യണത്. അറസ്റ്റ് ചെയ്യുമ്പോ തന്നെ ശിഷ്യന്മാരൊക്കെ തുണി ഇട്ടേച്ച് വരെ ഓടിയ ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. എല്ലാവരും ഓടി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച അർദ്ധരാത്രി പോലും ബൈബിള് പറയുന്നത് ശിഷ്യന്മാര് യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കണായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ യേശുവിനെ കുരിശി തിറക്കണ സ്ഥലത്ത് ഒരു ശിഷ്യൻ വന്ന് നിക്കുവോ? എങ്ങനെ യോഹന്നാൻ അവിടെ വന്ന? അത് കള്ളമല്ലേ പറയണത്? യോഹന്നാൻ ഈ യേശുവിനെ കുരിശി തിറച്ചപ്പോ യോഹന്നാൻ അടിയത്തുണ്ടായിരുന്നു, അതും കള്ളമാണ്. അങ്ങനെ കള്ളങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ഘോഷയാത്രയാണ് ബൈബിൾ എന്ന് പറയുന്നത്. താങ്കൾക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് കഴിയുമെങ്കിൽ അതൊന്ന് ഡിഫെൻഡ് ചെയ്യാം പ്ലീസ്. ഈ സഹോദരൻ എന്ന വാക്കിന് വിശാലമായ അർത്ഥമാണ് എബ്രായരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ആ വിശദീകരണ ഭയമുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 14:14. ഞാൻ പറഞ്ഞത് കേട്ടോ? ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തോണ്ടാ. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം അതായത് സഹോദരൻ എന്ന പദത്തിന് വിശാലമായ അർത്ഥമാണ് എബ്രായരുടെ ഇടയിലുള്ളത്. അതിന് ഉൽപ്പത്തി പുസ്തകം 14:14 വായിച്ചാൽ മതി. ധാരാളം ഉദാഹരണം ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം പറയുന്നു. അവിടെ അബ്രഹാം തന്റെ സഹോദരനായ ലോത്തിനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ, സത്യത്തിൽ അബ്രഹാം ലോത്തുമായിട്ടുള്ള ബന്ധം നോക്കുക. അവിടെ സഹോദരൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സഹോദരനല്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് ബൈബിളിൽ സഹോദരൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക. യേശു കർത്താവുമായിട്ട് 12 വയസ്സ് യേശുവിനുള്ളപ്പോൾ യെരുശലേമിലേക്ക് പോകുന്ന സമയത്ത് യേശു മാത്രമേ മേരിയുടെയും ജോസഫിന്റെയും കൂടെ ഉള്ളൂ. വേറെ മക്കളൊന്നുമില്ല. ചുരുങ്ങിയത് 12 വർഷമെങ്കിലും അവിടെ മക്കൾ വേറെ ഇല്ലെന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് സഭയുടെ ആദിമ പാരമ്പര്യം മുതൽ മക്കള് ഇല്ലായിരുന്നെന്നും നിത്യകന്യകയായിരുന്നെന്നും വിശ്വസിച്ചു പോരുന്നതാണ്. അതുകൊണ്ട് ആദിമ സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനെ ശൂൽത്തോ എന്നാണ് വിളിച്ചിരുന്നത്. ശൂൽത്തോ എന്ന കന്യക എന്നാണ്. കന്യക എന്ന ഒരു അഭിസംബോധന അവിടെ ആദിമസഭയിൽ അവൾക്കുണ്ടായിരുന്നു. ഇത് ലേറ്റർ പോയിന്റിൽ ഉണ്ടാക്കിയ കെട്ടുകഥയല്ല. അതുകൊണ്ട് അത് ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അവസാനം ചോദിച്ചത് പെരുന്നാളിന് പോകുന്നത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പേ ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. താങ്കളുടെ ചോദ്യങ്ങൾ ഓരോ പ്രാവശ്യവും 5-6 ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചിലത് വിട്ടുപോയത് പോയിന്റ് ഔട്ട് ചെയ്താൽ അത് അഡ്രസ് ചെയ്യാവുന്നതാണ്. അവിടെ യേശു കർത്താവ് ജനക്കൂട്ടത്തിനിടയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം, അത് ആ മർക്കോസ് സുവിശേഷം നോക്കി അറിയാം, അവനെ പിന്തിരിപ്പിക്കേണ്ടതിനും വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകേണ്ടതിനുമാണ് അവര് വന്നത്. അതുപോലെ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്ന ഇവര് യേശുവിനെ ഉപദേശിക്കുന്നുണ്ട്, നിനക്ക് യെരുശലേമിൽ പോകാൻ മേലെ, പ്രസിദ്ധരാകേണ്ടവർ യെരുശലേമിലാണ് പോകേണ്ടത് എന്നൊക്കെ യേശുവിനോട് പറയുന്നുണ്ട്. യഹൂദ പാരമ്പര്യം അല്ലെ എബ്രായ പാരമ്പര്യം അനുസരിച്ച് ഒരിക്കലും ഇളയവർക്ക് മുതിർന്നവരെ ഉപദേശിക്കാൻ പാടില്ല, അവരുടെ കസ്റ്റം അനുസരിച്ച്. മുമ്പേ താങ്കൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ കാര്യമൊക്കെ നല്ല പരിചയമാണോ? അതായത് ജൂവിഷ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഇൻ ദ ടൈം ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. താങ്കൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താങ്കളുടെ കയ്യിൽ ഇല്ലാത്ത പക്ഷം ഞാൻ വേണം അതിൻ്റെ ഒരു PDF കോപ്പി അയച്ചു തരാം. അതുപോലെ ഇഡിയംസ് ഓഫ് ജൂവിഷ് പീപ്പിൾ, യഹൂദന്മാരുടെ ഇടയിലുള്ള പഴഞ്ചൊല്ലുകൾ, പ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പണ്ഡിത ഉചിതമായ ഗ്രന്ഥങ്ങൾ, അതായത് അക്കാഡമിക് റിസോഴ്സസ് നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് കഴിവെന്നുള്ളത് കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. അപ്പൊ യേശു കർത്താവിനെ ഈ ജനത്തിന്റെ നടുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ
അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകേണ്ടതിനാണ് അവരവിടെ വന്നിരിക്കുന്നത്. അവർ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം അറിയാവുന്നത് കൊണ്ടാണ് ചില ആളുകൾ വന്നിട്ട്, ഇപ്പൊ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഉണ്ട് ചിലർ തോണ്ടുന്നത് ആണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ വേണമെന്ന് പറയും, കാർത്തിക് ജി ആണ്ട് അപ്പുറത്തെ മുറി നിങ്ങളെ ഇട്ട് തോണ്ടുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പുറം ചെല്ലണം, വഴക്ക് അവർക്ക് കാണണം, അതിനു വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ ആരോ ഒരുത്തം വന്നിട്ട് ഇപ്പം ഈ ജനക്കൂട്ടത്തിന്റെ വലയത്തിന് നടുവിൽ നിന്ന് പുറത്ത് ചെന്നാൽ യേശുവിനെ അമ്മയും സഹോദരന്മാരും ഒക്കെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്ന, അപ്പൊ പിന്നെ അവിടെ എതിർക്കേണ്ടി വരും, ഒരു പിടിവലി ഉണ്ടാകും. അപ്പൊ തന്റെ അമ്മയെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടും അധികം ബഹുമാനിച്ചത് കൊണ്ടാണ് യേശു ആൾക്കൂട്ടത്തിന്റെ വലയത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ നടുക്ക് നിന്ന് പ്രസംഗം തുടർന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് പറയണം, നിന്റെ അമ്മയെ സഹോദരൻ. അപ്പൊ യേശു ചോദിക്കാണ്, എന്റെ അമ്മയാര്, എന്റെ സഹോദരന്മാരാര്? നിങ്ങളാണ് എന്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതം ഈ ജനത്തിന് വേണ്ടിയാണ്. ആ ആശയം വ്യക്തമാക്കുകയാണ്. രണ്ടാമത്, ഈ പെരുന്നാളിന് പോകുന്ന കാര്യം പറഞ്ഞപ്പം, പെരുന്നാളിന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ അഭിപ്രായ പ്രകാരം ഇവരുടെ ഉദ്ദേശം എന്താണ്? യേശുവിനെ ഒരു കൂത്തുകാഴ്ചയാക്കാനാണ്. യെരുശലേമിൽ കൊണ്ടുപോയി അത്ഭുതങ്ങളും രോഗികളെ സുഖപ്പെടുത്തുന്നു ആയ യേശു ദാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കുക, അവനെ കൊണ്ട് മിറക്കിൾസ് പെർഫോം ചെയ്തിട്ട് അവിടെ ഒരു ഷോ ഉണ്ടാക്കുക. യെരുശലേമിലെ പെരുന്നാളിന് ഒരു ഷോ ഉണ്ടാക്കാൻ. അതായത് കർത്താവ് അപ്പോയിന്റഡ് ടൈമിലേക്കാണ് വന്നിരിക്കുന്നത്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യപുത്രം പോകുന്നു. എവരിത്തിങ് വാസ് റിട്ടൺ. അതുകൊണ്ട് ആ ഒരു ദൈവിക പദ്ധതിയിൽ നിൽക്കുന്നത് കൊണ്ട് യേശു കർത്താവ് ഇവന്മാര് പറയുന്ന അനുസരിച്ച് ഇവരുടെ വാക്ക് കേട്ട് ഇവരുടെ കൂടെ പോകുന്നില്ല. അതാ പറഞ്ഞത്, ഞാൻ ഈ പെരുന്നാളിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചമയ്ക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച്, നിങ്ങളുടെ തിരക്കഥ അനുസരിച്ച് ആടാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ വരുന്നില്ല. ഇപ്പൊ ശബരിമലയ്ക്ക് പോവുക, ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാവരും കറുപ്പെടുത്ത് ഇരുമുടിക്കെട്ടും ഒക്കെ ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. എല്ലാവരും സ്വാമിമാരാണ്. യെരുശലേമിന് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ കുപ്പായം ഇട്ട് താടി നീട്ടി യഹൂദന്മാരുടെ ഇടയിൽ പെട്ടെന്ന് ഒരാളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അന്നത്തെ കാലത്ത് പത്രമോ ടിവിയോ ഒന്നും ഇല്ല. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിൽ ആൾക്കൂട്ടത്തിൽ ഒരു ബിന്ദുവായി യേശുവിന് പോകാം. കാരണം എന്താണ്? യേശു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനാണ്. ന്യായപ്രമാണ പ്രകാരം പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരും എല്ലാ പെരുന്നാളിനും, അറ്റ്ലീസ്റ്റ് ഏറ്റവും 3 പെരുന്നാളിനും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിക്കുന്ന യേശു കർത്താവിന് പെരുന്നാളിന് പോകാതിരിക്കാൻ കഴിയില്ല, പോയേ പറ്റൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്നാണ് അവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു ന്യായപ്രമാണം അനുസരിക്കുന്ന യേശു കർത്താവിനെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോ ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണുള്ള 10 കൽപ്പന, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അത് യേശു പറയുന്നുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞത് യേശു മാതാപിതാക്കളെ ബഹുമാനിച്ചു എന്നാ പറയണത്. പിതാവിനെ ബഹുമാനിച്ചു എന്നുള്ളത് കാണിക്കാൻ പറ്റുമല്ലോ. പിതാവ് അവിടെ ഇല്ലല്ലോ. ഗർഭിണിയാക്കുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു, പിന്നെ കാണുന്നില്ല പിതാവിനെ. അതവിടെ നിന്നോട്ടെ. പക്ഷെ മാതാവിനെ ബഹുമാനിച്ചതായിട്ട് താങ്കൾക്ക് ബൈബിളിൽ നിന്ന് ഒരു വചനം ഒന്ന് കാണിച്ചു തരാൻ പറ്റും? പ്ലീസ്, ദയവ് ചെയ്തൊന്ന് കാണിച്ചു തരും. യേശു മാതാവിനെ ബഹുമാനിക്കണേ. എന്റെ അമ്മ വന്ന, ഇപ്പൊ താങ്കൾ പറഞ്ഞെന്താണ്? അമ്മ വന്നത് യേശുവിനെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ ചികിത്സിപ്പിച്ച് കാശുണ്ടാക്കാനാണെന്നാണ് താങ്കൾ പറഞ്ഞത്, അല്ല പേരും പ്രശസ്തി ഉണ്ടാക്കാനാണെന്ന്. എന്റെ സുഹൃത്തെ, ഒരമ്മ, അത് മകൻ ഇങ്ങനെ പോയി 3 കൊല്ലമായി, മകൻ വീട്ടിലൊന്നും വരുന്നില്ല, ഇങ്ങനെ കറങ്ങിടക്കണേ. അപ്പോ അമ്മ കാണാൻ വന്നതിൽ എന്തിനാണ് താങ്കൾ ഈ അമ്മനെ കുറ്റം പറയണത്? യേശുവിനെ കുറ്റം പറ. അത് പറ്റൂല. ഒരു വശത്ത് താങ്കൾ പറയും ഈ അമ്മ വളരെ ഉത്തമയായ സ്ത്രീയാണെന്ന് പറയുകയും ചെയ്യും, എന്റെ അമ്മനെ തന്നെ താങ്കൾ കുറ്റം പറയുകയും ചെയ്യും. അമ്മ യേശുവിനെ വിറ്റ് കാശുണ്ടാക്കാൻ, പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയായിരുന്നു, ദുഷ്ടയായ സ്ത്രീയായിരുന്നു എന്നും താങ്കൾ തന്നെ പറയുന്നു. രണ്ടും താങ്കളാ പറയുന്നത്. അപ്പൊ താങ്കൾ ദയവ് ചെയ്ത് യേശുവിന്റെ അമ്മനെ ബഹുമാനിച്ച, മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള യേശു പറയണത്. അമ്മനെ ബഹുമാനിച്ച, അത് ആ വചനം ഒന്ന് ദയവ് ചെയ്തൊന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ബൈബിളുണ്ട്, ഞാൻ ഒന്ന് വായിക്കട്ടെ, ഒന്ന് മനസ്സിലാക്കട്ടെ, പറയും പ്ലീസ്. ഇവിടെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യേശുവിന്റെ അമ്മ വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല, സഹോദരന്മാർ ആണ് പറഞ്ഞത്. പ്രസിദ്ധനാകണമെങ്കിൽ നീ യെരുശലേമിൽ പോവുക എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് മുതിർന്നവരാണ് ഇളയ സഹോദരങ്ങളെ ഉപദേശിക്കുന്നത്. ഇളയ സഹോദരങ്ങൾക്ക് മുതിർന്ന സഹോദരനെ ഉപദേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശുവിനെ ഉപദേശിച്ച സഹോദരന്മാർക്ക് യേശുവിനേക്കാൾ പ്രായമുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. അതുകൊണ്ട് യോസഫിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാ, മറിയത്തിന്റെ കസിൻ സിസ്റ്ററുടെ മക്കള്, അങ്ങനെയുള്ള ഒരു സഹോദര സഞ്ചയം അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ യേശുവിനേക്കാൾ മുതിർന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ ഉപദേശിച്ചത്. നിങ്ങൾ പറയുന്നത് യേശുവിന്റെ ഇളയതല്ലായിരുന്നു. അവരുടെ ആ തിരക്കഥ അനുസരിച്ച് പോകാൻ, അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അവരുടെ തിരക്കഥ അനുസരിച്ച് പോകാൻ യേശുവിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. അല്ലാതെ അമ്മയ്ക്ക്, അതുപോലെ പിതാവിനെ സംബന്ധിച്ച് സ്വർഗസ്ഥ പിതാവാണ് യേശുവിന്റെ പിതാവ്.
വളരെ വ്യക്തമായിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. 12ാമത്തെ വയസ്സിൽ തന്നെ അജണ്ട പ്രഖ്യാപിക്കുകയാണ്. പിന്നീട് പറയാണ്, പകലുള്ളിടത്തോളം ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവൃത്തി അനുഷ്ഠിക്കേണ്ടതല്ലയോ. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നാണ് കൽപ്പന. ഇവിടെ പിതാവിന്റെ കൽപ്പന അനുസരിച്ച് പിതാവിന്റെ മിനിസ്ട്രിയിൽ വ്യാപൃതനായിരിക്കുകയാണ് ഈ പുത്രൻ. ജനത്തിന്റെ നടുവിൽ നിന്ന് അവരോട് പ്രഭാഷണം നടത്തുകയും അവരെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പിതാവിന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവിനെ അനുസരിച്ച് പിതാവിന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കൽപ്പനയിൽ ഒരു വീഴ്ചയും കർത്താവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പിതാവിന്റെ കാര്യം. മാതാവിനെ ബഹുമാനിക്കുന്നത് താങ്കൾ കാണിക്കൂ. താങ്കൾ പറഞ്ഞ എന്താണ്? യേശുവിനെ കാണാൻ യേശുവിന്റെ അമ്മ വന്നത് യേശുവിനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിറ്റ് കാശാക്കാനാണെന്നാണ് താങ്കൾ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. രോഗങ്ങളൊക്കെ ചികിത്സിപ്പിക്കുക മറ്റുള്ളവരുടെ. അപ്പൊ ഇവർക്ക് നല്ല പേരും പെരുമയൊക്കെ കിട്ടും, ചിലപ്പോ കാശും കിട്ടും, അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പൊ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള സ്ത്രീ ആയിരുന്നു മറിയം. പിന്നെ താങ്കൾ പറഞ്ഞ എന്താണ്? പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. അത് പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ യേശുവിനോട് സംസാരിച്ച യേശുവിന്റെ സഹോദരങ്ങൾ യേശുവിനേക്കാളും മൂത്തവരായിരുന്നു. അതായത് മറിയ യേശുവിനെ പ്രസവിക്കുന്നതിന് മുമ്പേ ഇവരെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ മറിയ കന്യകയെ അല്ലല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ. താങ്കളുടെ വചനം ഞാൻ മുഖവിലേക്ക് എടുത്താല് മറിയ കന്യകയെ ആയിരുന്നില്ല. യേശു മഗ്ദലന മറിയയുടെ അടുത്ത് ഗബ്രിയേൽ വരുമ്പോ മറിയ കന്യകയല്ല. കാരണം മറിയ ഓൾറെഡി ഇവരൊക്കെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത്. മനസ്സിലാവുണ്ടോ? പ്രശ്നം മനസ്സിലാവുണ്ടോ താങ്കൾക്ക്? താങ്കൾ പറയും. താങ്കൾക്ക് എന്തെങ്കിലും ഈ കേൾവിക്ക് തകരാറുണ്ടോ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, യോസഫിന്റെ ആദ്യ ഭാര്യയുള്ള മക്കളെയാണ് സഹോദര സഞ്ചയം, മറിയത്തിന്റെ കസിൻ സിസ്റ്ററുടെ മക്കള്, അവരാണ് അവിടെ സഹോദരന്മാര് എന്ന് പറഞ്ഞത്. അതുപോലെ ഇത് രണ്ട് സംഭവമാണ്. യേശുവിനെ വിളിക്കാൻ പോയതും യേശുവിനോട് യെരുശലേമിൽ പോകാൻ സഹോദരന്മാർ പറഞ്ഞതും തികച്ചും വ്യത്യസ്തമായ രണ്ട് സംഭവമാണ്. അതിനെ കൂട്ടിച്ചേർത്ത് പറയാൻ ശ്രമിക്കുകയാണ്. അത് താങ്കൾക്ക് വളരെ വ്യക്തമായി, ഞാൻ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിക്കാൻ ചെയ്തതാണ്. പറയുന്നത് യോസഫിന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടികളെയാണ് ഇവര് സഹോദരങ്ങൾ എന്ന് വിളിച്ചതെന്നാണ് പറയുന്നത്. അതെ, തെളിവ് ഞാൻ ഇത്തരം അറിവുള്ള താങ്കള് യോസഫിന് മറിയയ്ക്ക് മുമ്പേ ആദ്യം വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, അതൊന്ന് ഒരു വചനം ഒന്ന് പറയൂ. ഞാൻ ഒന്ന് നോക്കട്ടെ പ്ലീസ്, വേഗം പറയൂ. സഹോദര, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഈ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമല്ലല്ലോ ഈ ബൈബിള്. ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടോ? അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സഭയും ഒരു പാരമ്പര്യവും ഉണ്ട്. ബൈബിള് പിന്നീട് വന്നതാണ്. ആ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. എഴുതപ്പെട്ടിരിക്കുന്നതിൽ വൈരുദ്ധ്യം വരുമ്പോൾ നമ്മുടെ മുൻ അറിവുകളിൽ നിന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത്. നമ്മൾ ഭാരതത്തിലാണെങ്കിലും ശ്രുതികളുണ്ട്, സ്മൃതികളുണ്ട്, അല്ലെ, വേദങ്ങളുണ്ട്. പല രീതിയിലല്ല ഒരു കാര്യം ഒരിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് സ്മൃതികളുണ്ട്. സ്മൃതികളിൽ നിന്നാണ് ഇത് ഉദ്ധരിക്കുന്നത്. അതാണ് അതിന്റെ പാരമ്പര്യം. ആയിക്കോട്ടെ, താങ്കൾ പറയുന്നത് താങ്കള് ഒരു സെക്കൻഡ്, താങ്കള് പാരമ്പര്യം പഠിക്കണം, ഡിബേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് താങ്കൾ. ഒരു സെക്കൻഡ്.